മൂന്നാം അധ്യായത്തിന്റെ അവസാന ഭാഗങ്ങളിലേക്ക് നമ്മുടെ ശ്രദ്ധയെ നമുക്ക് കൊണ്ടുവരാം. അതിനുശേഷം അടുത്ത വാക്യങ്ങളിലേക്ക് നമുക്ക് കടക്കാം. സ്തോത്രം. കൊലോസ്യ ലേഖനം മൂന്നാമത്തെ അധ്യായം അതിന്റെ 22 മുതൽ ഇപ്പോൾ നമുക്ക് 4:1 വരെ ആദ്യം നമുക്ക് വായിക്കാം. ദാസന്മാരെ, ജഡപ്രകാരമുള്ള യജമാനന്മാരെ സകലത്തിലും അനുസരിക്കുവിൻ. മനുഷ്യരെ പ്രസാദിപ്പിക്കുന്നവരെ പോലെ ദൃഷ്ടിസേവകളാലല്ല, കർത്താവിനെ ഭയപ്പെട്ടുകൊണ്ട് ഹൃദയത്തിന്റെ ഏകാഗ്രതയോടെ അത്ര അനുസരിക്കേണ്ടത്. നിങ്ങൾ ചെയ്യുന്നതൊക്കെയും മനുഷ്യർക്കെന്നല്ല, കർത്താവിനെന്ന പോലെ മനസ്സോടെ ചെയ്യുവീൻ. അവകാശമെന്ന പ്രതിഫലം കർത്താവ് തരും എന്നറിഞ്ഞ് കർത്താവായ ക്രിസ്തുവിനെ സേവിക്കുവീൻ. അന്യായം ചെയ്യുന്നവൻ താൻ ചെയ്ത അന്യായത്തിന് ഒത്തത് പ്രാപിക്കും, മുഖപക്ഷമില്ല. യജമാനന്മാരെ, നിങ്ങൾക്കും സ്വർഗത്തിൽ യജമാനനുണ്ട് എന്നറിഞ്ഞ് ദാസന്മാരോട് നീതിയും ന്യായവും ആചരിക്കുവിൻ. ആമേൻ. ദൈവം ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. സ്തോത്രം. ഈ വേദഭാഗത്തെ കുറച്ച് മനസ്സിലാക്കുവാനായി കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ ശ്രമിച്ചതായതുകൊണ്ട് അന്നത്തെ വചനകാര്യങ്ങൾ മനസ്സിലുണ്ടായിരിക്കുമെന്ന് തന്നെ ഓർത്തുകൊണ്ടും വിശ്വസിച്ചുകൊണ്ടും പിന്നെയും കുറച്ച് ഇൻട്രൊഡക്ഷൻ അതിനെക്കുറിച്ച് പറയാതെ ഒരു ദിവസം മാത്രം ഗ്യാപ്പ് വന്നതുകൊണ്ട് അന്ന് പറഞ്ഞതിന്റെ ബാക്കിയായി കണ്ടിന്യൂ ചെയ്യുവാൻ ആഗ്രഹിക്കുകയാണ്. സ്തോത്രം. ദാസന്മാരെ പറ്റിയാണ് ആ ദിവസങ്ങളിൽ നമ്മൾ ചിന്തിക്കുവാൻ ഇടയായിത്തീർന്നത്. അതിനകത്ത് നമ്മൾ ദാസൻ എന്ന വാക്കിന്റെ സാഹചര്യവും എന്തായിരുന്നു എന്നും അന്നത്തെ കാലഘട്ടത്തിൽ പൗലോസ് ഇപ്രകാരം എഴുതാനുള്ള സാഹചര്യം എന്താണെന്നും ഒക്കെ നമ്മൾ ചിന്തിച്ചു. സകലത്തിലും അനുസരിക്കണം എന്ന് നമ്മൾ മനസ്സിലാക്കി. അതിനുശേഷം കർത്താവിനെ പ്രസാദിപ്പിക്കണം എന്ന ഭാഗം നമ്മൾ അതിൻ്റെ ഇടയിൽ നിന്നും മനസ്സിലാക്കി. ഹൃദയത്തിന്റെ ഏകാഗ്രതയോടെയും മനസ്സോടെയും ചെയ്യണം എന്നുള്ള ഭാഗവും നമ്മൾ അന്ന് മനസ്സിലാക്കിയിരുന്നു. സ്തോത്രം. ബാക്കിയുള്ള 1-2 കാര്യങ്ങൾ കൂടെ അതിനകത്തുനിന്ന് പറഞ്ഞ് ദൈവസന്നിധിയിൽ ആമേൻ മുന്നോട്ട് പോകുവാനായി താല്പര്യപ്പെടുകയാണ്. സ്തോത്രം. കർത്താവ് ഈ ലോകത്തിൽ തീർച്ചയായും നമ്മൾ ഒരു അടിമ വ്യവസ്ഥ ഇന്നില്ല എന്നുള്ളത് സത്യമാണ്. സ്തോത്രം. ഈ അടിമ വ്യവസ്ഥ മാറ്റി, ഞാൻ അന്ന് നിങ്ങളോട് പറഞ്ഞതുപോലെ അതിൽ നിന്നും നമ്മുടെ അവകാശങ്ങൾ നേടിയെടുത്തുകൊണ്ട് പുറത്തു വരിക എന്നത് ഒരു ദൈവദിനത്തിൽ ഉദ്ദേശമായിരുന്നില്ല. എന്നാൽ നമ്മൾ ഈ വചനത്തിൽ വായിക്കുന്നത് പോലെയുള്ള ഒരു ജീവിത ശൈലി നമ്മൾ ഫോളോ ചെയ്തുകൊണ്ട് അടിമത്വത്തിൽ നിന്നും പൂർണ്ണമായൊരു വിടുതൽ കൊണ്ടുവരുന്ന മാർഗമായിരുന്നു ക്രിസ്തീയ മാർഗം. എന്ന് പറഞ്ഞാൽ നമ്മൾ അതിനെ എതിര് നിൽക്കുകയല്ല, പൂർണ്ണമായി കീഴടങ്ങിക്കൊണ്ട് ഭയങ്കരമായി അതനുസരിച്ചുകൊണ്ട് അടിമത്വത്തിന്റെ, തീർച്ചയായും സുവിശേഷം ശക്തമായി വെളിപ്പെട്ട സ്ഥലത്തൊക്കെയും ഇപ്രകാരമുള്ള അടിമത്ത വ്യവസ്ഥകൾ മാറിപ്പോയതായിട്ട് കാണുന്നുണ്ട്. സ്തോത്രം. എന്നാൽ അത് അവരോട് എതിർത്തു നിന്നിട്ടോ വിപ്ലവങ്ങൾ സൃഷ്ടിക്കുന്നത് പോലെ വലിയ റാലികളോ എതിർപ്പുകളോ സംഘടിപ്പിച്ചോ ഒന്നുമായിരുന്നില്ല. സ്തോത്രം. അതല്ല ദൈവവചനത്തിന്റെ വ്യവസ്ഥ എന്ന് പറയുന്നത്. നമ്മൾ ആരും അങ്ങനെ ന്യായത്തിനു വേണ്ടി വാദിക്കുവാനോ നീതിയായിട്ടുള്ള വേതനം എനിക്ക് ലഭിക്കണമെന്ന് സ്തോത്രം ഒരു യഥാർത്ഥ വിശ്വാസി അഭിപ്രായപ്പെടുവാനോ അങ്ങനെയുള്ള ഒരു സ്ട്രൈക്കിലേക്കൊന്നും പോകാൻ ദൈവവചനം നമ്മളോട് അനുവദിക്കുന്നില്ല എന്നുള്ളതാണ് സത്യം. സ്തോത്രം. അങ്ങനെ ആയിരിക്കുന്ന സാഹചര്യങ്ങൾ ഇരുന്നു കൊണ്ട് പൂർണ്ണ മനസ്സോടെ കർത്താവിനെ അനുസരിക്കണം. അത് കഴിഞ്ഞ ദിവസങ്ങളിൽ പറഞ്ഞതാണ്. സ്തോത്രം. അത് ഒരുപക്ഷെ രക്ഷിക്കപ്പെടാത്ത യജമാനനായാൽ പോലും പൂർണ്ണമായി ആ മനുഷ്യനെ അനുസരിക്കുന്നത് ദൈവത്തിന് പ്രസാദകരമാണ്. സ്തോത്രം. നമുക്ക് ആ വചനത്തിന്റെ 1-2 ഭാഗങ്ങൾ കൂടെ മനസ്സിലാക്കിയിട്ട് നമുക്ക് യജമാനൻ എന്ന വിഷയത്തിലേക്ക് കടന്നു പോകാം. സ്തോത്രം. മറ്റൊരു കാര്യം ഞാൻ അന്ന് തുടങ്ങി വെച്ച് ജസ്റ്റ് 1-2 വാക്യങ്ങളിൽ പറഞ്ഞാൽ, അവിടെ പറഞ്ഞ ദൃഷ്ടിസേവകളാലല്ല. ദൃഷ്ടിസേവ എന്ന് പറഞ്ഞാൽ എന്താണ്? നമുക്കറിയാം. ബോസ് വരുമ്പോൾ നന്നായി ജോലി ചെയ്യുന്നു, അല്ലെ? ആളുകളെ കാണിക്കാൻ ജോലി ചെയ്യുന്നു. എന്നിട്ട് ആളുകൾ, അല്ലെങ്കിൽ അവിടുത്തെ സ്ഥാപനത്തിലെ ആളുകളുടെ മുന്നിൽ ഇദ്ദേഹമാണ് ഏറ്റവും കൂടുതൽ ജോലി ചെയ്യുന്നത്. എന്നാൽ സത്യത്തിൽ ജോലി ചെയ്യുന്നത് മറ്റുള്ളവരായിരിക്കാം. സ്തോത്രം. അങ്ങനെയുള്ളവരെ ഈ ജോലി സ്ഥലങ്ങളിൽ കണ്ടിട്ടുണ്ടായിരിക്കാം. സ്തോത്രം. ഒരു സ്ഥാപനത്തിൽ ഉന്നതനായ ഒരു മനുഷ്യൻ വരുമ്പോൾ ഭയങ്കരമായ ഹാർഡ് വർക്ക് ചെയ്യുകയാണ്. ഭയങ്കരമായി ഞാൻ ജോലി ചെയ്യുന്ന വ്യക്തിയാണ്. അഭിനയമാണ്. സ്തോത്രം. അല്ലെ? അഭിനയമാണ്. അല്ലെങ്കിൽ അന്നേരം വേണമെങ്കിൽ ഹാർഡ് വർക്കും ചെയ്യും. അഭിനയമൊന്നും മാത്രമല്ല, ശരീരം കൊണ്ടും മനസ്സുകൊണ്ടും ചെയ്യുന്നത് പോലെ അന്നേരം ചെയ്യുകയും ചെയ്യും. അതിന് ഏറ്റവും നല്ല ഉദാഹരണമാണ് നമ്മുടെ പരീശൻ. സ്തോത്രം. അതിനെക്കുറിച്ചൊക്കെ ഒരു അധ്യായം തന്നെ മത്തായിയുടെ സുവിശേഷത്തിലുണ്ട്. അത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. കർത്താവിന്റെ ദാസൻ ഗിരിപ്രഭാഷണത്തിൽ ശക്തമായിട്ട് ദിവസങ്ങളോളം എടുത്ത് അതിനെക്കുറിച്ച് നമ്മളോട് പഠിപ്പിച്ചു തന്നിട്ടുള്ളതായതുകൊണ്ട് ഞാൻ അതിലേക്കൊന്നും പോകുന്നില്ല. സ്തോത്രം. സത്യത്തിൽ
നമ്മൾ അങ്ങനെ ഒരു വ്യക്തിയാകുവാൻ ദൈവം ഉദ്ദേശിക്കുന്നില്ല. കാരണം നമ്മൾ പ്രസാദിപ്പിക്കുന്നത്, ഞാൻ അന്ന് നിങ്ങളോട് പറഞ്ഞതുപോലെ, ഇടയ്ക്കിടയ്ക്ക് വന്നു നോക്കുന്ന CCTV-യോ അല്ലെങ്കിൽ ഓണായിരിക്കുന്ന CCTV-യോ അല്ലെങ്കിൽ അവിടെ ഇടയ്ക്ക് വന്നു പോകുന്ന ബോസിനെയോ അല്ല നമ്മൾ പ്രസാദിപ്പിക്കുന്നത്. നമ്മൾ ഏത് ജോലിയിലായിരുന്നാലും കർത്താവിനെയാണ് പ്രസാദിപ്പിക്കുന്നത്. അങ്ങനെ കർത്താവിനെ പ്രസാദിപ്പിക്കുകയാണെങ്കിൽ ലോകത്തിലെ ഒരു മനുഷ്യനും വേണ്ടിയല്ല നമ്മൾ ജോലി സ്ഥലത്ത് വിശ്വസ്തയോടെ ജോലി ചെയ്യുന്നത്. നമ്മൾ ഭംഗിയോടെ, മനസ്സോടെ, അത് ഞാൻ നിങ്ങളോട് പറഞ്ഞല്ലോ, മനസ്സോടെ പൂർണ്ണമായ എന്താണ് പറയുന്നത്, നമ്മളൊരു ജോലി ചെയ്യുമ്പോൾ ഒരുപക്ഷെ നമ്മുടെ 2 മാസത്തെ സാലറി അവർ പിടിച്ചു വെച്ചിട്ടുണ്ടായിരിക്കാം. പക്ഷെ നമ്മൾ ആ ജോലിക്ക് ആ സ്ഥാപനത്തിൽ നിൽക്കുന്നെങ്കിൽ, ഒരു ജോലി അവിടെ ചെയ്യുന്നുണ്ടെങ്കിൽ മനസ്സോടെ ചെയ്യും. മനസ്സോടെ എന്ന് പറഞ്ഞാൽ പൂർണ്ണമായ മനസ്സോടെയാണ്. എന്തുകൊണ്ടാ? അത് കർത്താവിനെന്ന പോലെയാ ചെയ്യുന്നത്. ഈ യൂദ രക്ഷിക്കപ്പെടത്തില്ലെന്നും അദ്ദേഹം കർത്താവിനെ കളഞ്ഞിട്ട് പോകുമെന്നും യേശുവിന് അറിയാം. പക്ഷെ പിതാവിന്റെ ഇഷ്ടമാണ് അദ്ദേഹത്തെയും സ്നേഹിക്കുക എന്നുള്ളത്. ആ പൂർണ്ണ നിലവാരത്തിൽ തന്നെ യേശു അത് കാണിക്കുകയാ. നാളെ യൂദ യേശുവിനെ ഒറ്റയ്ക്ക് കൊടുക്കുമെന്നൊക്കെ അറിയാം. പക്ഷെ ദൈവത്തിന് പ്രസാദകരമുള്ള ഒരു ജീവിതം, പിതാവിനെ പ്രസാദിപ്പിച്ചുകൊണ്ട് കേവലം ഒരു ദാസനായ, അടിമയായി യേശു കർത്താവ് മരണം വരെ അനുസരണമുള്ളവനായി തീരുന്ന വഴിയിൽ പൂർണ്ണ മനസ്സോടെയാണ് മരിക്കുന്നത്. പൂർണ്ണ മനസ്സോടെയാണ് ശിഷ്യന്മാരെ സേവിക്കുന്നത്. പൂർണ്ണ മനസ്സോടെയാണ് രോഗികളെ സൗഖ്യമാക്കുന്നത്. ഇവരെല്ലാം നാളെ എന്നെ ഫോളോ ചെയ്യത്തില്ലെന്ന് കർത്താവിന് നന്നായിട്ട് അറിയാം. പക്ഷെ ചെയ്യുമ്പോൾ പൂർണ്ണ മനസ്സോടെ. എന്താ ഇത്? ദൈവത്തിന് പ്രസാദകരമുള്ള പ്രവൃത്തിയാണ് യേശു 33.5 വർഷം ചെയ്യുന്നത്. സ്വത്രം. ഇതിൽ എനിക്കെന്ത് കിട്ടുമെന്നോ, ഇവരെല്ലാം എന്നെ ഫോളോ ചെയ്യുമെന്നോ, അല്ലെങ്കിൽ ഇവരെല്ലാം ഫോളോ ചെയ്യണമെന്നാണ് കർത്താവിന്റെ ആഗ്രഹം. പക്ഷെ ദൈവത്തിന്റെ ഹിതം പുത്രനെ കർത്താവിനെ ഇവിടെ പ്രസന്റ് ചെയ്യുമ്പോൾ ഒരു പെർഫെക്റ്റായി, ഒരു കുറവുമില്ലാത്തവനായി തീരുവാനായിരുന്നു ദൈവത്തിന്റെ ആഗ്രഹം. അങ്ങനെയാണെങ്കിൽ ഈ കാലഘട്ടത്തിൽ പുത്രന് വേണ്ടി, അല്ലെങ്കിൽ പുത്രനെ കാണിച്ചു കൊടുക്കാൻ വേണ്ടി കർത്താവ് എന്നെയും നിങ്ങളെയും ആക്കി വെച്ചിരിക്കുന്ന ആ സ്ഥലത്ത് പുത്രനെ വെളിപ്പെടുത്തുവാനായി ദൈവം നമ്മളെ തെരഞ്ഞെടുത്തിരിക്കുമ്പോൾ വിശ്വസ്തയോടെ അത് ഹാർഡ് വർക്ക് ചെയ്തുകൊണ്ട് ആ വ്യക്തി നിങ്ങളെ ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടിച്ചിട്ടുള്ള, വിഷമിപ്പിച്ചിട്ടുള്ള, ഞാനിപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നിങ്ങളുടെ ഒരു ബോസിന്റെ മുഖം നിങ്ങൾക്ക് ഓർമ്മ കാണും. നിങ്ങളെ ഏറ്റവും കൂടുതൽ വേദനിപ്പിച്ച, അല്ലെങ്കിൽ നിങ്ങളെ ഇറിറ്റേറ്റ് ചെയ്ത, പാസ്റ്റർക്ക് അങ്ങനെ പറയാം, പാസ്റ്റർ പ്രസംഗിക്കുന്ന ഒരാളാണ്, ഇങ്ങനെയുള്ള സ്ഥാപനങ്ങളൊന്നും പാസ്റ്റർ ജോലി ചെയ്തില്ലായിരിക്കും. ദൈവമക്കളെ, അങ്ങനെയൊന്നും അല്ല. സ്തോത്രം. ഞാനും ഒരു 2-3 വർഷം സ്കൂളിൽ പഠിപ്പിച്ചിട്ടുണ്ട്. സ്തോത്രം. അല്ലാതെ ജോലിയൊക്കെ ഞാനും ചെയ്തിട്ടുണ്ട്. സ്തോത്രം. പിന്നെ ഈ സംഘടനാപരമായ കാര്യങ്ങളിലും ഞാൻ നിന്നിട്ടുള്ള ഒരു വ്യക്തിയാണ്. സ്തോത്രം. എല്ലായിടത്തും ഇത് തന്നെ ഉണ്ട്. സ്തോത്രം. എല്ലായിടത്തും ഇതൊക്കെ തന്നെയാണ്. പ്രത്യേകിച്ച് വ്യത്യാസമൊന്നുമില്ല. സ്തോത്രം. എങ്ങനെയും നമ്മളെ തകർത്ത് കളയുവാൻ, എങ്ങനെയും ഇല്ലാതാക്കാൻ, എന്തൊക്കെ കള്ളക്കഥകൾ ഉണ്ടാക്കുക അതെല്ലാം ഉണ്ടാക്കുവാൻ. സ്തോത്രം. നേരാവണ്ണം ജീവിക്കാൻ ആഗ്രഹിക്കുന്നവരെ എങ്ങനെ തകർത്ത് കളയുവാൻ, ഏത് ലോകമായാലും, നമ്മൾ പറയുന്ന ഒരു മത ലോകമുണ്ട്. ഒരു ക്രിസ്തീയ ലോകത്തിൽ തന്നെ നമ്മൾ പേടിക്കുന്ന ഒരു ലോകമുണ്ട്. സ്തോത്രം. ആ ലോകത്തിൽ നമ്മൾ കാണുന്ന പല പൊസിഷനിൽ ഇരിക്കുന്ന വ്യക്തികളും നമ്മൾ വിചാരിക്കുന്ന വ്യക്തികളൊന്നുമല്ല. സ്തോത്രം. അതുകൊണ്ട് ഞാനതൊന്നും ഇങ്ങനെ ഒരു വേദി അതുകൊണ്ട് തുറന്നു പറയുന്നില്ല. സ്തോത്രം. അതുകൊണ്ട് അതൊന്നും ചിന്തിക്കരുത്. ഇതൊന്നും നമുക്ക് മനസ്സിലാകാത്തതാണ്, അല്ലെങ്കിൽ ഇതിൽ കൂടെ ഒന്നും കടന്നു പോയിട്ടില്ല എന്ന് ചിന്തിക്കരുത്. സ്തോത്രം. ചെറിയ ഈ ശുശ്രൂഷയുടെ കാലഘട്ടത്തിലും മറ്റു കാര്യങ്ങളിലും ഒക്കെ നന്നായിട്ട് സ്തോത്രം. ഒരു വാക്കിൽ പറഞ്ഞാൽ, നന്നായിട്ട് ഒരു നെഗറ്റീവായി പറഞ്ഞാൽ അനുഭവിച്ചിട്ടുണ്ടെന്ന് തന്നെ പറഞ്ഞ് ഞാൻ ആ ഭാഗം വിടുകയാണ്. സ്തോത്രം. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ അങ്ങനെ നമ്മളിപ്പോൾ അനുഭവിക്കുന്നു, അല്ലെങ്കിൽ നമുക്ക് വളരെ വേദനാജനകമായ സാഹചര്യങ്ങളിൽ കൂടി നമ്മൾ കടന്നുപോയി എന്ന് പറയുമ്പോഴും പൗലോസ് തന്റെ ജീവിതത്തിൽ പറയുന്നതെല്ലാം കർത്താവിനെ നേടുവാനായിരുന്നു. സ്തോത്രം. ക്രിസ്തുവിനെ മനസ്സിലാക്കാൻ അതിൽ കൂടെയൊക്കെ നമുക്ക് കാരണമായി തീർന്നു എന്നുള്ളതാണ് സത്യം. സ്തോത്രം. നമ്മളെക്കാൾ വളരെ കുറച്ച് ജോലി ചെയ്യുന്നവർ ദൃഷ്ടി സേവകൾ ചെയ്തിട്ടും മാന്യത നേടുന്നുണ്ട്. ചിലപ്പോൾ നല്ലൊരു സർട്ടിഫിക്കറ്റ് കിട്ടേണ്ട സ്ഥലത്ത് അവർ കൊണ്ടുപോകും. നമ്മൾ ഏറ്റവും മോശമുള്ള ഒരു ജോലിക്കാരനായിട്ട് ഒരു പക്ഷേ അവിടെ ചിത്രീകരിക്കാൻ സാധ്യതയുണ്ട്. സാലറിയുടെ കൂടുന്ന സമയത്ത് ചിലപ്പം അവർക്ക് നന്നായിട്ട് കൂടെ നമ്മളെ ഒന്നും കൂട്ടത്തത് പോലും ചിലപ്പോൾ കാണത്തില്ല, അല്ലെ? സോ നമ്മളെ ഒന്നും മൈൻഡ് ചെയ്യത്തത് പോലുമില്ല. കാരണം നമ്മൾ സാലറിക്ക് വേണ്ടി ഒരു പക്ഷെ അവരുടെ അടുത്ത് വഴക്കിടാനോ അടിയിടാനോ പോകാത്തത് കൊണ്ട് ഒരിക്കലും കൂട്ടുന്നില്ല. പക്ഷെ അവിടെയൊക്കെ നമ്മൾ മനസ്സിലാക്കണം, അങ്ങനെ ഒരു സാഹചര്യത്തിലും കർത്താവ് നമ്മളെ ആക്കി വെച്ചിരിക്കുന്നതിന് ഒരു ഉദ്ദേശമുണ്ട്. അവിടെ ഞാനന്ന് നിങ്ങളോട് പറഞ്ഞല്ലോ, സാലറി വാങ്ങി എനിക്ക് എങ്ങനെയെങ്കിലും ബാങ്കിൽ കൂട്ടിവെക്കുക എന്നല്ല ദൈവത്തിന്റെ ഉദ്ദേശം.
അവിടെ നിന്നുകൊണ്ട് കർത്താവിനെ പ്രസാദിപ്പിക്കണം. ഇതാണ് കഠിനമായ ദൈവിക ആരാധന എന്ന് പറയുന്നത്. നമുക്ക് ചർച്ചിൽ വന്ന് ഞാൻ അന്ന് പറഞ്ഞത് കൈയടിച്ച് ആരാധിക്കുന്നത് എന്ന് നമ്മൾ സാധാരണ പറയുന്നത് ഒരു ബുദ്ധിമുട്ടില്ലാത്ത കാര്യം. എന്നാൽ അവിടെയും ദൈവത്തെ ആരാധിക്കുന്നത്, ദൈവത്തെ പ്രസാദിപ്പിക്കുന്നത്, അതാണ് ഞാൻ അന്ന് നിങ്ങളോട് പറഞ്ഞു നിർത്തിയതുപോലെ യഥാർത്ഥമായ ആരാധന. അതുകൊണ്ട് ദൃഷ്ടി സേവകളാലല്ല, ദൃഷ്ടി സേവകളാൽ നമുക്ക് എപ്പോഴും ഒരു ടെൻഡൻസി ഉണ്ട്, എങ്ങനെയെങ്കിലും ഞാൻ അവരെന്നെ കുറിച്ച് നന്നായിട്ട് പറഞ്ഞിരുന്നെങ്കിൽ, അവരെന്നെ ഒന്ന് ഉയർത്തി പറഞ്ഞില്ലല്ലോ, ഇന്ന് ആ പാസ്റ്റർ എന്നെ മൈൻഡ് ചെയ്തില്ലല്ലോ, എന്റെ പേരൊന്നും പറഞ്ഞില്ലല്ലോ, സ്തോത്രം, ഞാൻ ഫസ്റ്റ് റാങ്ക് വാങ്ങിയിട്ട് പാസ്റ്റർ എന്നെ അങ്ങ് മറന്നുപോയല്ലോ, എന്റെ കുഞ്ഞ് കഴിഞ്ഞ യൂണിറ്റ് ടെസ്റ്റിൽ ഒന്നാമത്തെ, നമ്മൾ ചിലപ്പോൾ യൂണിറ്റ് ടെസ്റ്റിൽ മാർക്ക് വാങ്ങിച്ചത് വരെ സഭയിൽ വന്ന് പറഞ്ഞിട്ട് പാസ്റ്റർ അത് സഭാരാധനയ്ക്ക് പറഞ്ഞില്ലെങ്കിൽ വലിയ വിഷയം ഉണ്ടാക്കുന്ന വിശ്വാസികളുണ്ട്. സ്തോത്രം, എന്റെ കൊച്ചുമകളുടെ കാര്യം പാസ്റ്റർ സഭയിൽ പറഞ്ഞില്ല, എന്റെ കുഞ്ഞിന് ബൈബിൾ ക്വിസിൽ ഫസ്റ്റ് നേടിയെന്ന് എന്റെ സഭയിലെ പാസ്റ്റർ പറഞ്ഞില്ല എന്ന് പറയുന്നത് പോലെ നമുക്കെപ്പോഴും മനുഷ്യരുടെ മുന്നിൽ ഇങ്ങനെ വിളങ്ങി നിൽക്കണം. സ്തോത്രം, മനുഷ്യരുടെ, ഞാൻ അന്ന് നിങ്ങളോട് പറഞ്ഞതുകൊണ്ട്, അതിനെക്കുറിച്ച് കൂടുതൽ പറഞ്ഞതുകൊണ്ട് ഞാൻ അതിലേക്ക് പോകുന്നില്ല. പരീശന്മാരെ പോലെ നമ്മൾ ആകരുത്. സ്തോത്രം, അവർ എപ്പോഴും മനുഷ്യരുടെ മാനത്തിനായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നു. ഇനി മറ്റൊരു കാര്യമുണ്ട്, മനുഷ്യരുടെ മാനത്തിനായിട്ടാണ് നമ്മൾ പ്രവർത്തിക്കുന്നതെങ്കിൽ, ഒരു യഥാർത്ഥ ക്രിസ്ത്യാനി പ്രവർത്തിക്കുന്നതെങ്കിൽ, നമ്മൾ എന്നും ദുഃഖിച്ചുകൊണ്ടിരിക്കും, നമ്മൾ എന്നും ദുഃഖിച്ചുകൊണ്ടിരിക്കും. സ്തോത്രം, ലൂക്കോസിന്റെ സുവിശേഷം 6-ാം അധ്യായത്തിന്റെ 26-ാമത്തെ വാക്യം വായിച്ചാട്ടെ. ലൂക്കോസിന്റെ സുവിശേഷം 6-ാമത്തെ അധ്യായത്തിന്റെ 26-ാമത്തെ വാക്യം. എന്നാൽ കേൾക്കുന്നവരായ നിങ്ങളോട് ഞാൻ പറയുന്നത്, നിങ്ങളുടെ ശത്രുക്കളെ സ്നേഹിപ്പീൻ, നിങ്ങളെ പകയ്ക്കുന്നവർക്ക് ഗുണം ചെയ്യുവീൻ, നിങ്ങളെ ശപിക്കുന്നവരെ അനുഗ്രഹിപ്പീൻ, നിങ്ങളെ ദുഷിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിപ്പീൻ. യെസ്, അതിന്റെ അടുത്ത് മറ്റൊരു വാക്യമുണ്ടല്ലോ, ലോകത്തിൽ നിങ്ങളെ ഉയർത്തി പറയുമ്പോൾ, അങ്ങനെ ഒരു വാക്യമുണ്ടോ അവിടെ? മനുഷ്യരും നിങ്ങളെ പുകഴ്ത്തി പറയുമ്പോൾ നിങ്ങൾക്ക് അയ്യോ കഷ്ടം, അവരുടെ പിതാക്കന്മാർ കള്ളപ്രവാചകന്മാരെ അങ്ങനെ ചെയ്തുവല്ലോ. യെസ് യെസ് യെസ്, ഓക്കെ. അതെ, മനുഷ്യർ നിങ്ങളെ ദൃഷ്ടി സേവകളാൽ പറഞ്ഞിട്ട്, സത്യത്തിൽ ഒരു യഥാർത്ഥ ദൈവവേദന, ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുള്ളതാണ്, ലോകത്തിൽ പ്രശംസ നേടുമെന്ന് നമ്മൾ ഒരിക്കലും ചിന്തിക്കരുത്. അങ്ങനെയാണെങ്കിൽ ഏറ്റവും കൂടുതൽ നേടേണ്ട വ്യക്തി യേശു കർത്താവായിരുന്നു. അങ്ങനെ നമ്മൾ നേടാൻ വേണ്ടി എവിടെങ്കിലും ജോലി ചെയ്തിട്ടുണ്ടെങ്കിൽ ദുഃഖിച്ച് അവിടെ നിന്ന് ഇറങ്ങേണ്ടി വരും. നമ്മൾ ആ കമ്പനിയിലെ ഒരു പ്രശംസ നേടാൻ വേണ്ടി മാത്രമാണ് അവിടെ ജോലി ചെയ്യുന്നതെങ്കിൽ, നമ്മൾ ഇടയ്ക്കിടയ്ക്ക് വന്നിട്ട് വിളിക്കും, മമ്മി ഇന്ന് എനിക്ക് വളരെ വിഷമമായിരുന്നു, അവരെന്നോട് അങ്ങനെ പറഞ്ഞു, പപ്പ, അല്ലെങ്കിൽ വൈഫിനോടാണെങ്കിൽ, കല്യാണം കഴിഞ്ഞാൽ വൈഫിനോടാണെങ്കിൽ, അല്ലെങ്കിൽ ഹസ്ബൻഡിനോടാണെങ്കിൽ വിളിച്ചെന്നും പരാതി പറയുവാനേ സമയം കാണത്തുള്ളൂ. എന്തുകൊണ്ടോ പരാതി പറയുന്നത്? മറ്റൊന്നും കൊണ്ടല്ല, നമ്മൾ മനുഷ്യരുടെ മാനമാണ് അന്വേഷിച്ചത്. നമ്മൾ ആ സ്ഥാപനത്തിന് വേണ്ടിയാണ് ജോലി ചെയ്തത്, നമ്മൾ ആ ബോസിന്റെ ഒരു സർട്ടിഫിക്കറ്റിന് വേണ്ടിയാണ്, അവരുടെ ആദരവിന് വേണ്ടിയാണ് ജോലി ചെയ്തത്. സ്തോത്രം. എന്നാൽ നമ്മൾ ചെയ്യേണ്ടതേ ചെയ്തിട്ടുള്ളൂ എന്ന് ആമേൻ പറയുന്നത് പോലെ, നമ്മൾ കർത്താവിനെ ആണ് പ്രസാദിപ്പിക്കുന്നതെങ്കിൽ, നമ്മൾ വളരെ ഹാർഡ് വർക്ക് ചെയ്ത് ജോലി ചെയ്ത് വന്നിട്ട് വീട്ടിലേക്ക് വരുമ്പോഴും എൻ്റെ കർത്താവിനെ പൂർണ്ണ പ്രസാദമുള്ള രീതിയിൽ എനിക്കിന്ന് ജോലി ചെയ്യുവാൻ കഴിഞ്ഞില്ലല്ലോ എന്നേ തോന്നൂ. അല്ലെ, ഞാനൊരു സ്ഥാപനത്തിൽ എനിക്കിവിടെ 50,000 രൂപ ശമ്പളം കിട്ടുന്നുണ്ട്, ഞാൻ അതിനല്ല 1,00,000 രൂപയുടെ ചെയ്യുന്നുണ്ട് എന്നുള്ളതല്ല നമ്മൾ പറയുന്നത്. അവിടെ നമ്മൾ എന്താ പറയുന്നതെന്ന് അറിയാമോ? കർത്താവേ, എനിക്ക് നിന്നെ സേവിക്കാൻ ഇന്ന് കിട്ടിയ 8 മണിക്കൂർ അല്ലെങ്കിൽ 9 മണിക്കൂർ എനിക്ക് നന്നായിട്ട് കർത്താവെ നിന്നെ സേവിക്കാൻ കഴിഞ്ഞില്ല. ഇടയ്ക്കിടയ്ക്ക് എനിക്ക് ആ ഓണറിനോട് പിറുപിറുപ്പ് വന്നു, എനിക്ക് കുറച്ച് ഇറിറ്റേഷനൊക്കെ തോന്നി, ഞാൻ അദ്ദേഹത്തെ കുറച്ച് എന്താണ് പറഞ്ഞത്, പ്രാഗി, അല്ലേ, നല്ല നാടൻ ഭാഷ പറഞ്ഞ പ്രാഗി സംസാരിച്ചു, എന്നൊക്കെ നമ്മുടെ ലൈഫിൽ നമ്മൾ എത്ര പറഞ്ഞെന്ന് പറഞ്ഞാലും നമ്മുടെ മനസ്സിൽ വരുന്നത് പെട്ടെന്ന് നമുക്ക് ചിലപ്പോൾ കൺട്രോൾ ചെയ്യാൻ പറ്റിയെന്ന് വരത്തില്ലല്ലോ. സ്തോത്രം. അപ്പൊ നമ്മുടെ ഓരോ ദിവസവും നമ്മൾ എത്ര ഹാർഡ് വർക്ക് ചെയ്ത് വീട്ടിലേക്ക് വന്നാലും, കർത്താവ് എനിക്ക് പൂർണ്ണമായി നിന്നെ പ്രസാദിപ്പിക്കാൻ പറ്റിയില്ലല്ലോ എന്നേ തോന്നൂ. സ്തോത്രം. അതാണ് ഈ കൊലോസ്യ ലേഖനത്തിൽ നന്നായിട്ട് പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന. ആർക്കും ഒരിക്കലും പറയാൻ പറ്റത്തില്ല, പാസ്റ്റർ പറയുന്ന പോലല്ല, ഞാൻ വിശ്വസ്തയോടെ ഞാൻ 8 മണിക്ക് എന്നുള്ളത് 7:55 ആകുമ്പോൾ അവിടെ ചെല്ലും, അവിടെ 8 മണി, വൈകുന്നേരം 8 മണി വരെയാണ് ജോലി, പക്ഷെ ഞാൻ 9 മണിക്ക് കഴിയും, അവിടെ നിന്ന് ഇറങ്ങും, എന്നിട്ടാണ് ഞാൻ എല്ലാ കാര്യങ്ങളും വൃത്തിയായി ചെയ്തിട്ട് ആണ് ഞാൻ വീട്ടിലേക്ക് വരുന്നത്. അതുകൊണ്ട് വളരെ വിശ്വസ്തയോടെ ചെയ്യുന്നു എന്ന് പറയുമ്പോൾ കർത്താവിന് ചോദിക്കാനുള്ള ഒരു ചോദ്യം ഇതാണ്: ക്രിസ്തുവിന് 100% പ്രസാദകരമായിരുന്നു? 100% അതിന്റെ ഉത്തരം ഈ ബൈബിൾ വാക്യം മനസ്സിലായെങ്കിൽ
നോ എന്ന് തന്നെയാണ്. അതിന്റെ അർത്ഥം നിങ്ങൾ ആ 50,000 രൂപ അല്ലെ 1,00,000 രൂപയുടെ ജോലിക്കാണ് നിങ്ങൾ അവിടെ നിന്നതെങ്കിലും കർത്താവിന്റെ സന്നിധിയിൽ നോക്കുമ്പോൾ 1 രൂപ നേടുവാനുള്ള യോഗ്യത പോലുമില്ല. കാരണം കർത്താവിന് പ്രസാദകരമല്ലാത്ത സെക്കൻഡുകൾ, മിനിറ്റുകൾ, ചിലപ്പോൾ മണിക്കൂറുകൾ ചില ദിവസങ്ങളിൽ വന്നു. അതുകൊണ്ട് നമ്മൾ ഈ വചനത്തിന്റെ യഥാർത്ഥ അർത്ഥം മനസ്സിലാക്കണം. സ്തോത്രം. അതുകൊണ്ട് ഇവിടെ എന്താ പറയുന്നത്? ആമേൻ. നിങ്ങൾ ചെയ്യുന്നതൊക്കെ മനുഷ്യർക്കെന്നല്ല കർത്താവിനെന്ന പോലെ മനസ്സോടെ ചെയ്യുവീൻ. സത്യത്തിൽ എന്താ പറയുന്നത്? യജമാനന്റെ സ്ലേവായിട്ട് നിങ്ങൾ നിൽക്കുമ്പോൾ സത്യത്തിൽ നിങ്ങളുടെ യജമാനൻ അവിടുത്തെ ബോസ് അല്ല. സത്യത്തിൽ ആ വ്യക്തി, സത്യത്തിൽ നമുക്ക് ബൈബിളിൽ ഒരു നിയമം അറിയാമല്ലോ, ദൈവം ഡയറക്റ്റ് ഇന്ന് ഭരിക്കുകയല്ല. ദൈവം ഈ ലോകത്തെ ഭരിക്കുന്നത് ഇപ്പോൾ ഭരിച്ചുകൊണ്ടിരിക്കുന്നത് ഇവരെയൊക്കെ കൂടെയാണ്, അല്ലെ? യേശു രാജാവായി പൂർണ്ണമായി വാഴുന്നൊരു ദിവസമുണ്ട്. എന്നാൽ ഇപ്പോഴും രാജാവായിരിക്കുന്ന ലോകത്തിന്റെ സകലത്തിന് അധികാരം ഇരിക്കുന്നത് ദൈവത്തിന്റെ കയ്യിൽ തന്നെയാണ്. സിംഹാസനത്തിൽ ഇരിക്കുന്നത് കർത്താവ് തന്നെയാണ്. പക്ഷെ ഇന്ന് ലോകത്തിലാക്കി വച്ചിരിക്കുന്ന അധികാരങ്ങളെ നമ്മൾ പൂർണ്ണമായി കീഴ്പ്പെടണമെന്നുള്ളതാണ് ദൈവവചനത്തിലെ വ്യവസ്ഥ. അങ്ങനെയാണെങ്കിൽ നമ്മുടെ മുകളിൽ ഒരു ബോസിനെ ആക്കി വെച്ചിരിക്കുന്നതും ദൈവം തന്നെയാണ് എന്ന് പറഞ്ഞാൽ അതിന്റെ മുകളിൽ ഇരിക്കുന്ന ബോസ് കർത്താവാണ് എന്ന് പറഞ്ഞാൽ നമ്മൾ യഥാർത്ഥത്തിൽ ആരുടെ അടിമയാണ്? കർത്താവിന്റെ അടിമയാണ്. നമ്മൾ ആ വ്യക്തിക്കല്ല ജോലി ചെയ്യുന്നത്, ദൈവം ആ വ്യക്തിയിൽ കൂടി നമ്മളെ അവിടെ ആക്കി വെച്ചിരിക്കുന്നു. ആ സാഹചര്യത്തിൽ കൂടി കടന്നു പോകുന്നതിൽ കൂടി അവിടെയും കർത്താവിനെ പ്രസാദിപ്പിക്കുവാൻ, അത് ദൈവത്തിന് പ്രസാദകരമായി തീരുവാനാണ് ദൈവം ആഗ്രഹിക്കുന്നത്. ഇന്ന് പലപ്പോഴും പെന്തിക്കോസുകാരെ പല സ്ഥാപനത്തിലും ജോലിക്ക് നിർത്തുന്നതിൽ ചിലർക്കൊക്കെ വളരെ ബുദ്ധിമുട്ടുണ്ട്, അല്ലെ? ഹിന്ദു ആയിരുന്നെങ്കിൽ ഇത്രയും കുഴപ്പമില്ലായിരുന്നു, അല്ലെങ്കിൽ ക്രിസ്ത്യാനിയാണെങ്കിലും ഇന്ന ക്രിസ്ത്യൻ സമൂഹത്തിലായിരുന്നെ കുഴപ്പമില്ലായിരുന്നു, അല്ലെങ്കിൽ ഇന്ന ഇതായിരുന്നു കുഴപ്പമില്ലായിരുന്നു. പക്ഷെ നമ്മുടെ വിശ്വാസി ആയതുകൊണ്ട് ഇപ്പൊ കുഴപ്പമായി, അല്ലെ? സത്യത്തിൽ ഈ ലേഖനപ്രകാരം വിശ്വാസി ഏറ്റവും കൂടുതൽ അധ്വാനിക്കുന്നവരാകണം നമ്മുടെ സ്ഥാപനത്തിന് വേണ്ടി. സത്യം ഞാൻ മുമ്പേ പറഞ്ഞല്ലോ, അങ്ങനെ നമ്മൾ അങ്ങനെ അധ്വാനിക്കുന്നവർ ഓട്ടോമാറ്റിക്കായിട്ട് ആ ഒരു സ്ലേവറി, ആ ഒരു അടിമത്ത വ്യവസ്ഥ, അങ്ങനെയാണ് ക്രിസ്ത്യാനിത്വത്തിൽ കൂടി അടിമത്ത വ്യവസ്ഥ ആമേൻ പലതും മാറിപ്പോയത്. എന്നാൽ ഇന്ന് പലപ്പോഴും നമ്മൾ പറയുന്നത് നമുക്ക് പോരാടണം, നമുക്ക് നിവേദനം അർപ്പിക്കണം, നമുക്ക് എതിർത്ത് നിൽക്കണം. ഇതൊന്നും ക്രിസ്തീയ മനോഭാവമല്ല. നിങ്ങൾ മിണ്ടാതിരുന്ന ജോലി ചെയ്താട്ടെ. അവർ 8 മണിക്കൂർ എന്ന് പറഞ്ഞാൽ 10 മണിക്കൂർ ചെയ്യുക, 10 മണിക്കൂറും ജോലി ചെയ്താട്ടെ. ഇത് പറയുമ്പോൾ ചിലപ്പോൾ കേൾക്കാൻ ബുദ്ധിമുട്ടുണ്ട്. പക്ഷെ ഇതാണ് ഇവിടെ പറയുന്നത്. നിങ്ങളിത് വായിച്ചിട്ട് അങ്ങനെ അല്ലെങ്കിൽ എൻ്റെ അടുത്ത് പറഞ്ഞാട്ടെ. ഇതാണ് ഇവിടെ പറയുന്നത്. സ്തോത്രം. ആമേൻ. ജഡപ്രകാരമുള്ള യജമാനന്മാരെ സകലത്തിലും അനുസരിക്കുമ്പോൾ ഇങ്ങനെയല്ലേ അതിന്റെ അർത്ഥം? സ്തോത്രം. അതുകൊണ്ട് ഇതിങ്ങനെ തന്നെ ആണെന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. അല്ലെങ്കിൽ നിങ്ങൾ ഒന്നുകൂടെ വായിച്ചിട്ട് അല്ലാതെ ഒന്ന് ആണെന്ന് മനസ്സിലാക്കി തന്നാൽ ഞാൻ തിരുത്താം. സ്തോത്രം. അതുകൊണ്ട് മനുഷ്യരെ പ്രസാദിപ്പിക്കുന്ന പോലെ ദൃഷ്ടിസേവകളല്ല. ഞാൻ പറഞ്ഞല്ലോ, ഇത് അടിമകളോട് പറയുന്നതാണ്. നമ്മൾ അടിമകളൊന്നുമല്ല. അവരുടെ അന്നത്തെ കാലഘട്ടത്തിലെ വ്യവസ്ഥ വെച്ച് നോക്കുമ്പോൾ നമ്മൾ അത്രയൊന്നും കഷ്ടപ്പെടുന്നില്ല. ഇന്ന് അങ്ങനെയുള്ള വിഷയങ്ങളൊന്നും നമ്മുടെ ലൈഫിലില്ല. സ്തോത്രം. എന്നാൽ അങ്ങനെ ഒരു വ്യവസ്ഥയിലായിരുന്നാൽ പോലും സകലത്തിലും അനുസരിക്കണം. കാരണം ഈ യജമാനന്റെ മുകളിൽ യഥാർത്ഥ യജമാനനുണ്ട്. സ്തോത്രം. ആ യജമാനന്റെ അടിമയാണ് ഞാനും നിങ്ങളും. സ്തോത്രം. അതാണ് നമുക്ക് അതിനകത്തുനിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്നിട്ട് അവിടെ പറഞ്ഞ കർത്താവിനെ ഭയപ്പെടണം. നമ്മൾ പലപ്പോഴുമുള്ള കുഴപ്പമെന്ന് പറഞ്ഞാൽ നമുക്ക് ദൈവത്തെ ഭയമില്ല. ഇന്ന് ചിലപ്പോഴും നമ്മൾ ചിന്തിക്കുന്നത് യജമാനൻ എന്താണ്, ഇപ്പം ഒരു വിശ്വാസിയായ ഒരു വ്യക്തിയുടെ കൂടെ നമ്മൾ ജോലി ചെയ്യും. നിങ്ങളുടെ ബോസ് വിശ്വാസിയാണ്. ഞാൻ ആദ്യം നിങ്ങളോട് പറഞ്ഞതാണ്, അവിടെ പെന്തിക്കോസനായ മാസ്റ്ററിന്റെ കൂടെ വർക്ക് ചെയ്യാണ്. അപ്പൊ നമ്മൾ കഴിക്കുന്ന അദ്ദേഹം നമ്മുടെ സഭയിൽ വരുന്ന ആളല്ലേ, അദ്ദേഹം ശരിയല്ല, എന്നെ 8 മണിക്കൂർ 8.5 മണിക്കൂർ ചെയ്യിച്ചു. സഭയിലൊക്കെ വന്ന് വലിയ വലിയ കാര്യങ്ങൾ പറയുകയാണ്, പക്ഷെ ഇവിടെ എന്നെ ഭയങ്കരമായിട്ട് കഷ്ടപ്പെടുത്തുക. ഒരു യഥാർത്ഥ ഈ വചനപ്രകാരം വെച്ചിട്ട് അങ്ങനെ പറയാൻ പറ്റത്തില്ല. അദ്ദേഹം അവിടെ യജമാനനാണ് നിങ്ങളുടെ. അങ്ങനെ തന്നെ നമ്മൾ ഉൾക്കൊള്ളണമെന്നാണ് ഈ വചനത്തിന്റെ അർത്ഥം. അല്ലാതെ അവിടെ ദാസനെന്നോ സ്വതന്ത്രനെന്നോ ദൈവത്തിന്റെ മുന്നിൽ ഈ ഭൂമിയിലായിരിക്കുമ്പോൾ അല്ലെങ്കിൽ നിത്യത്തിൽ ചെല്ലുമ്പോൾ ഇല്ല എങ്കിലും ജഡപ്രകാരമുള്ള അധികാരങ്ങളെ ഈ ലോകത്തിൽ അതുപോലെ തന്നെ പോകണമെന്ന ദൈവത്തിലെ വ്യവസ്ഥ.
സ്തോത്രം. അതിൽ നിന്ന് മാറിപ്പോകരുത്. അവിടെ നമ്മൾ ഭയക്കേണ്ടത് ദൈവത്തെയാണ്, കർത്താവിനെയാണ്. നമുക്കറിയാമല്ലോ, ലോകത്തിലെ യജമാനന്മാർ ദൈവത്തിന്റെ വചനത്തിനെതിരായിട്ട് പത്രോസിനോട് പറഞ്ഞപ്പോൾ പത്രോസ് ഡയറക്റ്റ് പറയുന്നുണ്ട്, നിങ്ങളെക്കാൾ ഉപരിയായി ഞാൻ ദൈവത്തെ ഭയക്കേണ്ടതല്ലേ. എന്നിട്ട് മത്തായിയുടെ സുവിശേഷത്തിൽ പറയുന്നുണ്ടല്ലോ, നമ്മൾ നമ്മുടെ ശരീരത്തെ നരകത്തിലിടുവാൻ കഴിയുന്ന ദൈവത്തെ ഭയപ്പെടുവിൻ. അല്ലെ, നമ്മൾ ഭയക്കേണ്ടത് ആരെയാണ്? നമ്മളൊരു ജോലി സ്ഥലത്ത് നമുക്കൊരു മിസ്റ്റേക്ക് സംഭവിച്ചു. ചിലർക്കാണെങ്കിൽ ജോലിക്ക് പോകും, എന്നിട്ട് അവിടെ ഇരിക്കുന്ന പേപ്പറും പേന, പിന്നെ എന്താണ്, ഈ ഹോസ്പിറ്റലൊക്കെ ജോലി ചെയ്യുന്നവരാണെങ്കിൽ ഈ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ കാണുമല്ലോ, എന്താണ് എനിക്ക് പറയുന്നത്, അതൊക്കെ ഇനി എടുത്തുകൊണ്ട് വരും. എന്താ പറയുക, ആ ഹോസ്പിറ്റലിൽ നിന്ന് കിട്ടിയതാ. ഇങ്ങനെ നമ്മൾ ആ വീട്ടിൽ ചെല്ലുമ്പോൾ ശരിക്കും ഇരിപ്പുണ്ട്. അപ്പം ചോദിച്ചു വരുമ്പോൾ നമുക്ക് മനസ്സിലാകും അതവർക്ക് കൊടുത്തതല്ല. ചില സ്ഥാപനങ്ങൾ ഞാൻ കേട്ടിട്ടുണ്ട്, ഈ ഓണത്തിന്റെ സമയത്ത്, ക്രിസ്മസിന്റെ സമയത്ത്, അല്ലെങ്കിൽ അവരുടെ എന്തെങ്കിലും വിശേഷമായ ഒരു 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 തെവഹാറിന്റെ ഒരു ഫെസ്റ്റിവലിന്റെ സമയത്ത് അവർ ഗിഫ്റ്റ് കൊടുക്കും, അല്ലെ. അതല്ല, ഇത് അവിടെ ഇരിക്കുന്നത് എല്ലാവരും എടുത്തോണ്ട് പോവും, നമ്മളും എടുത്തോണ്ട് വരും. അതിന് വിഷമം തോന്നരുത്. ബൈബിളിന്റെ അടിസ്ഥാനത്തിൽ പറഞ്ഞാൽ നമ്മൾ മോഷ്ടിച്ചു എന്ന് പറയുക. ചില ആളുകൾ 1 രൂപയുടെ പേപ്പർ കടയിൽ പോയി 1 രൂപയ്ക്ക് മേടിക്കാം, അതുവരെ അവിടെ നിർത്തുകൊണ്ട് വരും. നിങ്ങൾ അങ്ങനല്ല, നിങ്ങൾ ആരും അങ്ങനെ ആയിരിക്കത്തില്ല. പക്ഷെ ഞാൻ ഈ വചനമൊക്കെ പറയുമ്പോൾ ഇത് പറയാതിരിക്കാൻ പറ്റത്തില്ല. നമ്മൾ അവിടെ ഭയപ്പെടേണ്ടത് അവിടുത്തെ CCTV ഉണ്ടോ ഇല്ലയോ എന്നുള്ളതല്ല, ദൈവത്തെ ഭയപ്പെടണം. അവിടെ നമ്മൾ അവിടെ നിന്ന് എടുത്തുകൊണ്ട് വന്നില്ലെങ്കിൽ നമ്മൾ കാശ് കൊടുത്ത് വാങ്ങിച്ചാൽ നമ്മുടെ ചെലവിന് കാശ് കുറഞ്ഞു പോകിലും കുഴപ്പമില്ല, അത് ദൈവം നോക്കിക്കോളും. പക്ഷെ ദൈവത്തെ നമ്മൾ ഭയപ്പെടണം. നമ്മുടെ ബോസ് അവിടെ വന്ന് നിന്നാൽ നമ്മളത് ചെയ്യുമെങ്കിൽ അത് ചെയ്യാം. ബോസ് അവിടെ വന്ന് നിൽക്കും, നിങ്ങളുടെ മെയിൻ ആൾ അവിടെ വന്ന് നിൽക്കുമ്പോൾ അത് എടുത്തുകൊണ്ട് പോകാൻ കുഴപ്പമില്ലേ? അങ്ങനെയാണെങ്കിൽ കുഴപ്പമില്ല. കാരണം നമ്മൾക്ക് ദൈവത്തെ ഭയക്കുകയാണല്ലോ, അത് കുഴപ്പമില്ല. അത് വേസ്റ്റായി. അല്ലെങ്കിൽ നമ്മുടെ ലൈഫിൽ നമ്മൾ ഭയക്കുന്നത് ആരെയാ? ഇന്നിപ്പോൾ നമ്മൾ ചിന്തിക്കുന്നത് കർത്താവ് സ്നേഹവാനാണ് എന്നൊക്കെ നമ്മൾ ചിന്തിക്കും. നമ്മൾ അറിയണം, ഈ സ്നേഹമുള്ള കർത്താവ് നമ്മുടെ യജമാനനാണ്. നമ്മൾ അവന്റെ അടിമകളായിരുന്നു. ഗലാത്യ ലേഖനത്തിൽ കഴിഞ്ഞ ദിവസം 4-ാം അധ്യായത്തിൽ നമ്മൾ വായിച്ചല്ലോ, നമ്മൾ അടിമകളായിരുന്നു. യേശുവിന്റെ രക്തം കൊണ്ട് മാത്രമാണ് നമ്മൾ മക്കളായി തീർന്നത്. നമ്മൾ ഇപ്പോഴും കർത്താവിന്റെ രക്തത്തിന്റെ വിലയില്ലെങ്കിൽ നമ്മൾ അടിമകൾ തന്നെയാണ്. അടിമയെ മകനാക്കി മാറ്റി. ആ യോഗ്യത തന്നെങ്കിലും നമ്മളത് അറിഞ്ഞോണം. കർത്താവേ, ഞാൻ യോഗ്യനല്ല, ഞാൻ അബ്ബാ പിതാവേ എന്ന് വിളിക്കാനുള്ള പുത്രത്വത്തിന്റെ യോഗ്യത എനിക്ക് തന്നെങ്കിലും ഞാൻ അടിമയാണ്. സത്യത്തിൽ അടിമയായ എന്നെ എൻ്റെ കർത്താവിന്റെ സ്നേഹത്താൽ മകനായി മകളാക്കി മാറ്റിയതാ. ആ ഭയം ദൈവത്തോടുണ്ടായിരിക്കണം. ദൈവഭയം ഇല്ലാതെ ദൈവം എന്നെ സ്നേഹിക്കുന്നു, അത് പറയുന്നത് ഒരു യഥാർത്ഥമായ ഉപദേശമല്ല. ഇന്നത്തെ ഏറ്റവും വലിയ കുഴപ്പം ദൈവഭയമില്ലെന്നുള്ളതാ. ദൈവത്തെ ഭയപ്പെടണം. ദഹിപ്പിക്കുന്ന അഗ്നിയാണ്. ഞാൻ പലപ്പോഴും പറഞ്ഞതാണ്, നോഹയുടെ കാലഘട്ടത്തിൽ കൊച്ചു കുഞ്ഞുങ്ങളെ ഉൾപ്പെടെ വെള്ളത്തിൽ മുങ്ങി ഇല്ലാതെയായി. അത് കണ്ടുകൊണ്ട് നിന്നു, അല്ലെങ്കിൽ അത് മനസ്സിലാക്കിക്കൊണ്ട് അതിനെ അനുവദിച്ചു. ആര്? ഇവിടെ ദൈവം. ഇനി ഒരു കാലത്ത് സകല മനുഷ്യരെ നരകത്തിലേക്ക് തള്ളിവിടുന്നു പിശാചല്ല, ഇവിടെ ദൈവം. ദൈവത്തെ ഭയക്കണം. ആ ദൈവം നമ്മളോട് കാണിച്ച കരുണയിൽ നിന്നുകൊണ്ട് ദൈവത്തിന് നന്ദി പറയുന്നതിൽ തെറ്റില്ല. പക്ഷെ നിങ്ങളുടെ ജോലി ചെയ്യുന്ന അവസരങ്ങളിൽ നിങ്ങളുടെ ബോസ് നിങ്ങളോട് എന്ത് ചെയ്തു എന്ത് ചെയ്തില്ലെന്നുള്ളതൊന്നും ഒരു യഥാർത്ഥ ദൈവത്തിന്റെ വിഷയമേ അല്ല. അവിടെ നിങ്ങൾ ദൈവത്തെ പ്രസാദിപ്പിച്ചോ. ഇത് ചിലപ്പം കഠിനമായിട്ട് തോന്നും, ബുദ്ധിമുട്ടായിട്ട് തോന്നും, വിഷമമായിട്ട് തോന്നും. ഇതൊക്കെ അംഗീകരിക്കാൻ എന്താ ഇങ്ങനെ പറയുന്നതിനൊക്കെ തോന്നും. അല്ല, ഇതാണ് ദൈവവചനത്തിലെ വ്യവസ്ഥ. നമ്മൾ ഹാർഡ് വർക്ക് ചെയ്യുന്നവരും പൂർണ്ണമായി മനുഷ്യരെ പ്രസാദിപ്പിക്കുന്നവരെ പോലെയല്ല, മനസ്സോടെ, ഞാനത് നിങ്ങളോട് പറഞ്ഞു കഴിഞ്ഞതാണ്, നമ്മൾ ആരാധിക്കുന്നതിന് തുല്യമായിട്ടാണ് അവിടെ അത് പറഞ്ഞിരിക്കുന്നത്. ഞാൻ നിങ്ങളോട് പറഞ്ഞു കഴിഞ്ഞതാണ് കഴിഞ്ഞ ദിവസത്തിൽ. സ്തോത്രം. സ്തോത്രം. പിന്നീട് അവിടെ നമുക്ക് പ്രത്യേകമായിട്ട് മനസ്സിലാക്കേണ്ട ഒരു വാക്ക് എന്ന് പറയുന്നത്, മനുഷ്യർക്ക് നല്ല കർത്താവിന് എന്ന പോലെ ചെയ്യുവീൻ, അവകാശം എന്ന പ്രതിഫലം കർത്താവ് തരും എന്നറിഞ്ഞ് കർത്താവായ ക്രിസ്തുവിനെ സേവിപ്പീൻ. സ്തോത്രം. ഞാനത് നിങ്ങളോട് കുറച്ച് പറഞ്ഞതാണല്ലോ. സ്തോത്രം. കർത്താവായ ക്രിസ്തുവിനെ സേവിപ്പീൻ. ഞാൻ പറഞ്ഞല്ലോ, നമ്മുടെ ലൈഫിൽ ഓരോ ബന്ധങ്ങളിലും നമ്മൾ കർത്താവിനെ സേവിക്കുകയാണ്. സ്തോത്രം. അവിടെ രണ്ടാമത് പറഞ്ഞൊരു ഭാഗമാണ് അവകാശം എന്ന പ്രതിഫലം.
ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, സത്യത്തിൽ പ്രതിഫലം എന്ന വാക്ക് കേൾക്കുമ്പോൾ നമ്മളിങ്ങനെ ചിന്തിക്കും. സാധാരണ കേൾക്കുന്ന, ഞാൻ പലപ്പോഴും അത് പറഞ്ഞിട്ടുള്ളതാണ്, സ്വത്രം, നിന്ദിക്കപ്പെട്ടെടുത്ത് മാനിക്കുന്ന ഒരു ദൈവം. അവർ എന്നെ പാഷ നന്നായിട്ട് കഷ്ടപ്പെടുത്തി, അവസാനം ആ സ്ഥാപനത്തിന്റെ ഹെഡാക്കി എന്നെ മാറ്റിയിട്ടാണ് ദൈവം എന്നെ അവിടെ നിന്ന് മാറ്റിയത്. ദൈവത്തിന് മഹത്വം. ആ പ്രതിഫലത്തെ കുറിച്ചല്ല ഇവിടെ പറയുന്നേ. ചിലപ്പോ അങ്ങനെയൊക്കെ ദൈവം ആക്കിയെന്നിരിക്കാം. അതേക്കുറിച്ചല്ല പറയുന്നേ. അതേക്കുറിച്ചേ അല്ല പറയുന്നേ. നമുക്ക് എപ്പോഴും കുഴപ്പമെന്ന് പറയുന്നത്, നമുക്ക് ഇവിടെ വേണം മുഴുവൻ പ്രതിഫലം. സത്യത്തിൽ നമ്മൾ ഏറ്റവും കൂടുതൽ സംസാരിക്കുന്നത് നിത്യതയെ പറ്റിയാ. നമ്മൾ കാത്തിരിക്കുന്ന സ്വപ്നവും നിത്യതയാ. പക്ഷെ നമ്മുടെ ലൈഫിൽ നമ്മൾ ഒറ്റയ്ക്ക് ഇരിക്കുമ്പോഴും, നമ്മുടെ കുഞ്ഞുങ്ങളെ കുറിച്ച് ചിന്തിക്കുമ്പോഴും നമ്മുടെ മനസ്സിൽ മുഴുവൻ വരുന്നത് ഈ ലോകമാണെങ്കിൽ നമ്മളിൽ നിത്യത ഇതുവരെ അകത്ത് കയറിയിട്ടില്ലെന്ന് അർത്ഥം. ഞാനിവിടെ ഇരുന്നോട് ചിന്തിക്കുക, എൻ്റെ കുഞ്ഞിനെ എങ്ങനെ എനിക്ക് സെറ്റിലാക്കാം, എൻ്റെ കുഞ്ഞിനെ എങ്ങനെ എൻ്റെ അക്കൗണ്ടിൽ പൈസ ഇട്ട് കുറച്ച് സമ്പാദിക്കാം, എങ്ങനെ എനിക്ക് അപ്പുറത്തെ ആ വസ്തു എല്ലാം കൂടെ വാങ്ങിക്കൂട്ടാം എന്നാണ് എൻ്റെ ചിന്തയെങ്കിൽ, ഞാനിവിടെ ഇരുന്ന് ഇങ്ങനെ പ്രസംഗിച്ചുകൊണ്ട് എന്തർത്ഥം? കപടഭക്തിയായ ഒരു പ്രസംഗം പ്രസംഗിക്കാമെന്നല്ലാതെ എന്തർത്ഥം? നമ്മൾ പറയുന്നു നമ്മളുടെ നിത്യതയാണ് വലുതെന്ന്. നമ്മൾ പറയുന്നു നമ്മൾ ഈ ദേശക്കാരല്ലെന്ന്. നമ്മൾ പറയുന്നു നമുക്കൊരു ദേശം കർത്താവ് ഒരുക്കുന്നുണ്ടെന്ന്. നമ്മൾ പറയുന്നു നമുക്കൊരു രാജ്യത്തിനായി നമ്മൾ കാത്തിരിക്കുന്നു. പക്ഷെ നമ്മൾ പോകുന്നത് മുഴുവൻ ഈ ലോകത്തിന്റെ മഹത്വം. നമ്മൾ 10% അല്ലെങ്കിൽ 20% അല്ല, ഓക്കെ 50% കൊടുത്തിട്ടാകട്ടെ, അതിന്റെ പ്രതിഫലം എനിക്ക് ദൈവം തരാൻ പോവുക. കണ്ടോ പാഷേ, ഞാൻ എന്നെ കഴിഞ്ഞ കാലങ്ങളിൽ ദൈവത്തിന് വേണ്ടി കൊടുത്തു, അതുകൊണ്ട് എന്റെ തലമുറയെ നോക്ക് പാഷേ. ബാംഗ്ലൂർ പട്ടണത്തിൽ, എന്നിട്ട് നമ്മുടെ അപ്പുറത്തെ കണ്ണുനീരൊക്കെ എങ്ങ് വരും. ബാംഗ്ലൂർ പട്ടണത്തിൽ 2 ഫ്ലാറ്റ്, ബോംബെയുടെ പട്ടണത്തിൽ ദൈവം എനിക്ക് ഒരു ഫ്ലാറ്റ് തന്നു പാഷേ. ഇതൊന്നുമല്ല പ്രതിഫലം. ഒരു ഞാൻ പലപ്പോഴും പറഞ്ഞ, വല്ല വെള്ളപ്പൊക്കം വന്നാലോ, വല്ല ഭൂകമ്പം വന്നാലോ, നല്ലൊരു കൊറോണ വന്നാൽ നമ്മളാരും അതിനകത്ത് പോലും കാണത്തില്ല. ഇതാണോ പ്രതിഫലം? ഇതൊന്നുമല്ല ഇവിടെ പറയുന്ന പ്രതിഫലം. ഇതാണോ അടിമയ്ക്ക് വെച്ചിരിക്കുന്ന പ്രതിഫലം? അല്ല. നമ്മൾ പലപ്പോഴും ഇങ്ങനെ പറയുന്നേ, യോസഫ് കഷ്ടപ്പെട്ടു. നമ്മൾ സാധാരണ ചിന്തിക്കുന്നത്, പൊട്ടക്കിണറ്റിൽ കിടന്നോ യോസഫ്. ഞാൻ ഒരു കാലത്ത് അങ്ങനെ പ്രസംഗിച്ചിട്ടുണ്ട്. പൊട്ടക്കിണറ്റിൽ കിടന്ന യോസഫിനെ കൊട്ടാരത്തിൽ കൊണ്ടെത്തിച്ച്. പൊട്ടക്കിണറ്റിൽ കിടന്നത് കൊണ്ടാണോ യോസഫ് പ്രധാനമന്ത്രിയായത്? അങ്ങനെയാണോ ബൈബിൾ നമ്മളോട് പറയുന്നത്? അദ്ദേഹത്തെ സഹോദരന്മാര് വിറ്റതുകൊണ്ടാണോ അദ്ദേഹം പ്രധാനമന്ത്രിയായത്? അദ്ദേഹം അവിടെ നിന്ദിക്കപ്പെട്ടതുകൊണ്ടാണ്? അത് ദൈവത്തിന്റെ മുന്നമേ ഉള്ള പദ്ധതിയാ. ആ വഴിയെ നടത്തിയെന്നേ ഉള്ളൂ. അല്ലാതെ അദ്ദേഹം കഷ്ടപ്പെട്ടതുകൊണ്ടോ, അദ്ദേഹം പൊട്ടക്കിണറ്റിൽ കിടന്നതുകൊണ്ടോ, അദ്ദേഹം പൊത്തിപ്പോന്റെ വീട്ടിൽ പോയി വീട്ടു ജോലിക്ക് നിന്നതുകൊണ്ടോ ഒന്നുമല്ല യോസഫ് പ്രധാനമന്ത്രിയായത്. അത് പ്രധാനമന്ത്രിയാക്കാമെന്ന് ഓൾറെഡി നേരത്തെ ദൈവം പറഞ്ഞു കഴിഞ്ഞതാ. അത് പോകുന്ന വഴി മാത്രമായിരുന്നു. പക്ഷെ നമ്മളത് ഇങ്ങനെ വ്യാഖ്യാനിച്ചു, പൊട്ടക്കിണറ്റിന്റെ അനുഭവത്തിലാണോ ഇന്ന് നീ കിടക്കുന്നത്, നാളെ നിന്നെ കൊട്ടാരത്തിൽ ദൈവം കൊണ്ടെത്തിക്കും. അങ്ങനെ ബൈബിളിലെങ്ങും പറഞ്ഞിട്ടില്ല. ദൈവം എവിടെങ്കിലും കൊണ്ടെത്തിക്കുന്ന എത്തിക്കട്ടെ, പക്ഷെ എത്ര കൊട്ടാരത്തിലായാലും ഇതെല്ലാം ഇവിടെ കളഞ്ഞിട്ട് പോകേണ്ടി വരും. പക്ഷെ പ്രതിഫലം എന്താ? നിലനിൽക്കുന്നതാ. സ്തോത്രം. അത് കർത്താവിന്റെ ദാസനും അതിനെക്കുറിച്ച് മനോഹരമായ നല്ല രീതിയിൽ നമ്മളോട് പറഞ്ഞിട്ടുണ്ട്. സ്തോത്രം. നമ്മുടെ ഏറ്റവും വലിയ പ്രതിഫലം എന്താ? കർത്താവ് തന്നെ പ്രതിഫലം. നമുക്ക് അതൊന്നും കേട്ടിട്ട് വലിയ ഇൻട്രസ്റ്റ് ഒന്നുമില്ല. പക്ഷെ അതൊക്കെ കിട്ടും. പക്ഷെ പിന്നെ എന്നാലും ഞാൻ 50% കൊടുത്തല്ലേ പക്ഷേ, അല്ലെ ഞാൻ 10%. അപ്പൊ ഈ മുഴുവൻ ശതമാനം തന്നതാരാ? അത് കർത്താവ്. എന്നാലും ഞാൻ അത്രയും കൊടുത്തല്ലോ പക്ഷെ, വേറെ ഇവരാരും ചെയ്തില്ല. അപ്പം ഞാൻ അങ്ങനെ ചെയ്തു. ഇങ്ങനെ ഓക്കെ. എന്താ പൗലോസ് അവസാനം പറഞ്ഞത്? ഞാൻ നല്ല പോർ പൊരുതു, ഓട്ടം തികച്ചു, വിശ്വാസം കാത്തു. അതുകൊണ്ട് റോമിന്റെ പട്ടണത്തിൽ അരമനയോട് ചേർന്ന് ഒരു നല്ല സൗധം എനിക്കായിട്ട് കർത്താവ് തന്നു. ഈ കഷ്ടത കഴിഞ്ഞ് ഈ ജയിലിൽ നിന്ന് ഞാൻ ഇറങ്ങുമ്പോൾ എന്നെ എൻ്റെ ദൈവം മാനിച്ചു. എഫെസോസിലെ സഭയും കൊലോസിയിലെ സഭയും കൊരിന്ത്യ സഭയെല്ലാം വന്ന് കണ്ടാട്ടെ, നിങ്ങളെല്ലാം എന്നെ കുറ്റപ്പെടുത്തിയില്ലേ? കർത്താവ് എന്നെ മാനിച്ചത് കണ്ടു. ഞാനാണ് പൗലോസ് പറഞ്ഞത്, നീതിയുടെ കിരീടം എനിക്കായിട്ട് വെച്ചിരിക്കും. എനിക്ക് മാത്രമല്ല, അവന്റെ പ്രത്യക്ഷതയിൽ പ്രിയം വെച്ച എല്ലാവർക്കും. നമുക്കറിയാം യോഹന്നാൻ എബ്രായ ലേഖനം 11-ാം അധ്യായം, ഞാൻ അതിനൊന്നും വ്യാഖ്യാനിക്കുന്നു, ഒത്തിരി തന്നെ പറയുന്നില്ല. അബ്രഹാം, പഴയ നിയമ ഭക്തനായ അബ്രഹാം വാഗ്ദത്തം പറഞ്ഞ സ്ഥലത്ത് ചെന്ന് നിന്നിട്ട്
അന്യനായി പരദേശിയായി കൂടാരങ്ങളിൽ പാർത്തിട്ട് ദൂരെ നിന്ന് കാണുകയാണ് ദൈവം പറഞ്ഞ യഥാർത്ഥ വാഗ്ദത്തം. നമ്മളിന്ന് യഥാർത്ഥ വാഗ്ദത്തത്തിൽ ദൈവം കൊള്ളുന്ന ആ പ്രസംഗം പ്രസംഗിച്ചിട്ട് നമ്മുടെ ഇവിടെ ലോകത്തിലെ വീട് കാണുക, എൻ്റെ ഈ വീട് കൊള്ളത്തില്ല, എനിക്ക് ഇത് ഒന്ന് പൊളിച്ചിട്ട് ആ റോഡിന്റെ സൈഡിൽ ഒരു നല്ല വീട്. ഓക്കെ, ദൈവം നിങ്ങൾക്ക് അങ്ങനെ ഒരു വീട് തരുന്നത് എനിക്കാർക്കും ബുദ്ധിമുട്ടൊന്നുമില്ല, ദൈവം നിങ്ങൾക്ക് തരുന്ന കിട്ടട്ടെ. പക്ഷെ ഇതാണ് നിങ്ങളുടെ സ്വപ്നമെങ്കിൽ, ഇതാണ് ദൈവം നിങ്ങൾക്ക് തരാൻ പോകുന്ന മാന്യത എന്ന് നിങ്ങൾ ചിന്തിക്കുന്നെങ്കിൽ നിങ്ങൾക്ക് തെറ്റുപറ്റി. ഇതൊന്നുമല്ല ദൈവം തരുന്ന പ്രതിഫലം. ദൈവം നിങ്ങളെ മാനിക്കുന്നത് ലോകത്തിലെ ഏതെങ്കിലും ഉയർച്ച തന്നതാണ് ദൈവത്തിന്റെ പ്രതിഫലമെന്ന് ആരും ചിന്തിക്കരുത്. പല ദൈവദാസന്മാരും പറഞ്ഞിട്ടുണ്ടല്ലോ, അങ്ങനെയാണെങ്കിൽ ഏറ്റവും പ്രതിഫലം വാങ്ങുന്നത് നമ്മുടെ ഏറ്റവും നല്ല ബിസിനസ്സുകാരനായ അംബാനിയാണ്. അതുപോലെ നമ്മൾ ആരും മാനിക്കപ്പെട്ടില്ല. സ്തോത്രം. നമ്മൾ പറയും 100 മടങ്ങ് പ്രതിഫലം തരുമെന്നല്ലേ കറക്റ്റ് ഭാഷ പറഞ്ഞു. അതൊന്നും നമ്മൾ എന്താണെന്ന് പോലും മനസ്സിലാക്കാറ് നമ്മളങ്ങ് പറയുകയാണ്. അങ്ങനെയാണെങ്കിൽ ഈ പൗലോസിനൊന്നും അത് കിട്ടിയില്ല. പാവം, കഷ്ടം, അദ്ദേഹം വിട്ടു കാണത്തില്ല. ഇപ്പൊ പത്രോസിനൊക്കെ വെറും മണ്ടനായിരുന്നു, അദ്ദേഹം ഒന്നും നല്ലതായിട്ട് ദൈവത്തെ ഫോളോ ചെയ്തില്ല. ഇപ്പൊ ഈ പോകുന്ന ആളുകളൊക്കെയാണ് ഫോളോ ചെയ്യുന്നത്. എന്താണ് ഇതൊന്നും അല്ല പ്രതിഫലം. സ്തോത്രം. അതെ, നമുക്ക് യോഹന്നാന്റെ ആ എബ്രായർ 11-ാം അധ്യായത്തിൽ തന്നെ കാണുന്നല്ലോ, പ്രതിഫലം നോക്കിയത് കൊണ്ട് ഫറവോന്റെ പുത്രിയുടെ മകനെന്ന് വിളിക്കപ്പെടുന്നത് വിട്ടുകളഞ്ഞ മോശ അതിനുശേഷം അവിടുത്തെ ഏറ്റവും വലിയ രാജാവായ എന്നാണെന്ന് പറയുന്നത് അല്ല, ക്രിസ്തുവിന്റെ നിന്ന വലിയ ധനമെന്നെണ്ണി. അവിടെ എന്താ പറയുന്നത്? പ്രതിഫലം നോക്കിയത് കൊണ്ട്. എന്ത് പ്രതിഫലം? വരാനുള്ള പ്രതിഫലം വിശ്വാസത്തിന്റെ കണ്ണുകൊണ്ട് മോശ കണ്ടു. നമ്മൾ ഇന്ന് വിശ്വാസത്തിന്റെ കണ്ണുകൊണ്ട് അമേരിക്ക കാണുമ്പോൾ, നമ്മൾ ഇന്ന് വിശ്വാസത്തിന്റെ കണ്ണുകൊണ്ട് ഏതെങ്കിലും മഞ്ഞ് പെയ്യുന്ന രാജ്യം എന്ന് പറഞ്ഞിട്ട് ഏതെങ്കിലും ഒരു രാജ്യം, ഏതെങ്കിലും ഒരു നന്മയോ കാണുമ്പോൾ, യഥാർത്ഥ പ്രതിഫലം എന്ന് പറയുന്നത് സ്വർഗത്തിൽ നമുക്ക് വേണ്ടി നിലനിൽക്കുന്നതാണ്. അത് എനിക്ക് കിട്ടിയോ? അത് നമ്മുടെ തലമുറയ്ക്ക് കിട്ടിയോ? അതുകൊണ്ടാണ് പറഞ്ഞു ഉയരത്തിൽ നിക്ഷേപിപ്പീൻ എന്ന് നമ്മൾ പറയുകയും, നമ്മൾ ഉയരത്തിൽ നിക്ഷേപിക്കുന്നതിന് 5 പോയിന്റ് നമുക്കറിയാം. ഉയരത്തിൽ നിക്ഷേപിച്ചാൽ നമുക്ക് എന്ത് കിട്ടും എന്നുള്ള 5 പോയിന്റ് അറിയാം. പക്ഷെ നമ്മുടെ നിക്ഷേപം മുഴുവൻ ഈ ലോകത്തിലാണ്. പറഞ്ഞ മനസ്സിലായോ? നമുക്ക് പോയിന്റ് അറിയാം, നമ്മുടെ മനസ്സെവിടെയാ. സ്വതന്ത്രം. അവൻ കർത്താവ് പ്രതിഫലം തരും എന്നറിഞ്ഞ് കർത്താവിനെ സേവിപ്പീൻ. നിങ്ങൾ അങ്ങനെ ഒരടിമയെ പോലെ ജോലി ചെയ്താൽ ദൈവം നിലനിൽക്കുന്നിടത്ത് പ്രതിഫലം തരും. നിലനിൽക്കുന്നിടത്ത് പ്രതിഫലം തരും. ആർക്കും എടുത്തു കളവാൻ കഴിയാത്ത നിത്യതയാണ് നിങ്ങളുടെ ലക്ഷ്യമെങ്കിൽ, യഥാർത്ഥമായി നിങ്ങൾ രക്ഷിക്കപ്പെട്ടവരാണെങ്കിൽ, യഥാർത്ഥമായി നിങ്ങൾ ദൈവത്തെ അറിഞ്ഞവരാണെങ്കിൽ, നിത്യത മാത്രമാണ് നിങ്ങളുടെ വിഷയം. നിങ്ങളുടെ തലമുറ അവിടെ എത്തിയെന്ന് ഓർത്ത് അത് മാത്രമാണ് നിങ്ങളുടെ സന്തോഷം. നിങ്ങളുടെ കുഞ്ഞിനൊരു നല്ല ജോലി ലഭിക്കുന്നത് പോലുമല്ല നിങ്ങളുടെ സന്തോഷം. നിങ്ങളുടെ കുഞ്ഞ് ക്രിസ്തുവിലുണ്ടോ? നിങ്ങളുടെ കുഞ്ഞ് ദൈവത്തെ ആരാധിക്കുന്നുണ്ടോ? ഇന്ന് നമ്മൾ പാടിയതുപോലെ നിങ്ങളുടെ തലമുറ ക്രിസ്തുവിനെ മഹത്വപ്പെടുത്തുന്നുണ്ടോ? അത് മാത്രം സന്തോഷിച്ചാൽ മതി. ബാക്കിയെല്ലാം കുറച്ച് സമയത്ത് കാണും, ചിലപ്പോൾ ഇല്ലാതാകും, ചിലപ്പോൾ ജോലി കിട്ടും, ചിലപ്പോൾ ജോലി പോകും, ചിലപ്പോൾ ജോലി നല്ലതായിട്ട്, ഇതൊക്കെ ചിലപ്പോൾ നമ്മുടെ ലൈഫിൽ വന്നും പോയും ഒക്കെ ഇരിക്കും. അതല്ല നമ്മുടെ സന്തോഷത്തിന്റെ വക. നമ്മുടെ ഏറ്റവും വലിയ വക എന്ന് പറയുന്നത് എൻ്റെ കുഞ്ഞ് അല്ലെങ്കിൽ ഞാൻ കർത്താവിന്റെ പ്രതിഫലം വീതിക്കുന്ന നാളിൽ അവിടെ കാണുമെന്നുള്ള. അപ്പൊ ആ പ്രതിഫലത്തിനായിട്ട് ജീവിക്കാൻ ദൈവം നമ്മളെ ഒരുമിച്ച് സഹായിക്കട്ടെ. ഞാൻ ചിന്തിക്കുന്നത് ആ ഭാഗങ്ങൾ ഞാൻ ഏകദേശം പറഞ്ഞു കഴിഞ്ഞു എന്നാണ്. സ്തോത്രം. ഇനി അവസാനത്തെ ആ ഭാഗം കൂടെ ഞാൻ പറഞ്ഞാൽ, സ്തോത്രം, അന്യായം ചെയ്യുന്നവൻ താൻ ചെയ്ത അന്യായത്തിന് ഒത്തത് പ്രാപിക്കും, മുഖപക്ഷം. ഇത് രണ്ടിന്റെയും കൂടെ ഇടയ്ക്ക് പറയുന്നത് കൊണ്ട് തീർച്ചയായിട്ടും യജമാനന്മാർക്കും ദാസന്മാർക്കും കൂടെ ഉള്ളതാണ്. സ്തോത്രം. നമുക്കറിയാമല്ലോ, ഈ ചാപ്റ്ററുകളൊക്കെ പിന്നെയാണ് സെപ്പറേറ്റ് ചെയ്തത്. ഇതെല്ലാം ഒന്ന് തന്നെയായിരുന്നു. സ്തോത്രം. 25-ാം വാക്യവും 4-ന്റെ ഒന്നും കൂടെ ഒരുമിച്ചുള്ള, അല്ലെങ്കിൽ ഒരേ സ്ഥലത്ത് അല്ലെങ്കിൽ ഒരേ രീതിയിൽ വരുന്ന ആമേൻ വാക്കുകൾ തന്നെയാണ്. അത് വേർതിരിച്ച സമയത്ത് അങ്ങനെ വന്നതാണ്. സ്തോത്രം. അപ്പോൾ അങ്ങനെയാണ് മുകളിൽ പറഞ്ഞിരിക്കുന്ന ദാസന്മാർക്കും താഴെ പറഞ്ഞിരിക്കുന്ന യജമാനനും ഒരുപോലുള്ള ഭാഗമാണ്. എന്ത്? സ്തോത്രം. അന്യായം ചെയ്യുന്നവൻ താൻ ചെയ്ത അന്യായത്തിന് ഒത്തത് പ്രാപിക്കും, മുഖവശമില്ല. അതെ, നമ്മുടെ ലൈഫിൽ ഈ സ്ഥലത്ത്, നമ്മുടെ ജോലി സ്ഥലത്ത് ഒരുപക്ഷെ ബോസ് കണ്ടില്ല, ആരും കണ്ടില്ല. ദൈവ ഭയത്തോടെ അല്ല നമ്മൾ ഇടപെട്ടതെങ്കിൽ, അവരെനിക്ക് അത്രേ സാലറി തരുന്നുള്ളൂ, ഇത്രയൊക്കെ ചെയ്താൽ മതി, അങ്ങനെ ചിന്തിച്ചാൽ നമ്മൾ അന്യായമാണ് ചെയ്യുന്നത്. നേരെ നമ്മൾ ഇനി മനസ്സിലാക്കാൻ പോകുന്ന യജമാനൻ അന്യായമായിട്ട് ഒരു വ്യക്തി നിങ്ങളെ അങ്ങ് ചൂഷണം ചെയ്യുക, വേദനിപ്പിക്കുക, ദൈവം അവരോട് ചോദിക്കും. കാരണം അതിന്റെ മുകളിലിരിക്കുന്ന, നമ്മൾ ആരെയാണ് പ്രസാദിപ്പിച്ചത്? കർത്താവിനെയാണ്. അതുകൊണ്ട് അതിന്റെ മുകളിൽ ഇദ്ദേഹത്തെ ആക്കി വെച്ച യഥാർത്ഥ യജമാനൻ ഉണ്ടല്ലോ,
അദ്ദേഹം അന്യായം ചെയ്യുന്നവർക്ക് പകരം ചെയ്യും. അത് അതിന്റെ ആ രണ്ട് വാക്യം കൊണ്ടൊന്ന് ചേർത്ത് പറഞ്ഞാൽ, ന്യായമായി ചെയ്യുന്നതും ഏകാഗ്രതയോടെ ചെയ്യുന്നവർക്ക് പ്രതിഫലവും, അന്യായമായി ചെയ്തവർക്ക് മുഖവശം കൂടാതെ തെറ്റിന് ശിക്ഷിക്കുന്ന ഒരു ദൈവമുണ്ടെന്ന് നമ്മൾ അറിഞ്ഞുകൊള്ളണം. നമ്മുടെ ജോലി സ്ഥലത്ത് ന്യായത്തോടെയും മനസ്സോടെയും നമ്മൾ ജോലി ചെയ്യുമ്പോൾ നമ്മളെ ആദരിക്കുന്ന ഒരു സ്വർഗവും, എന്നാൽ അന്യായത്തിന് മുഖം നോക്കാതെ, ഒരുപക്ഷെ സാമ്പത്തികമോ അല്ലെങ്കിൽ അഭിനയിക്കാൻ കഴിവുണ്ടെങ്കിലോ ചിലപ്പോൾ ബോസിന് ഇവിടെ നിന്ന് പോകാൻ പറ്റുമായിരിക്കും. നിങ്ങളുടെ തെറ്റ്, നിങ്ങളോട് അന്യായം കാണിച്ചു എന്ന് ഒരുപക്ഷെ നിയമത്തിന് മുന്നിൽ അവർ വന്നാലും ചിലപ്പോൾ രക്ഷപ്പെടാൻ പൈസ കൊടുത്തൊക്കെ സാധ്യതയുണ്ട്. എന്നാൽ യഥാർത്ഥ ന്യായാധിപന്റെ മുന്നിൽ ചെന്ന് നിൽക്കുന്ന നാളിൽ, ഇവിടെ 5 or 10 വർഷം ജീവിച്ചിരിക്കുന്ന സമയത്ത് ജയിലിൽ കിടക്കുന്നതല്ല യഥാർത്ഥ ശിക്ഷ. യഥാർത്ഥ ശിക്ഷ വരുന്നതേ ഉള്ളൂ. സ്തോത്രം. ആമേ. കാര്യം തീർക്കുന്ന നാളിൽ കർത്താവിന് മുഖവശമില്ല. അത് ഞാൻ അന്ന് പറഞ്ഞതുപോലെ പോസിറ്റീവായിട്ടും കർത്താവിന് മുഖവശമില്ല, നെഗറ്റീവായി എന്ന് പറഞ്ഞാൽ ദൈവത്തിന്റെ മക്കൾ എന്ന നിലയിൽ ഇതൊരു അന്നത്തെ കാലഘട്ടം നമുക്കറിയാമല്ലോ, യഹൂദന്മാരുടെ നടുവിൽ ഇതൊക്കെ ഉണ്ടായിരുന്നു. ഇദ്ദേഹം ദാസനാണ്, ഇദ്ദേഹം യജമാനനാണ്, ഇത് സ്ത്രീയാണ്, ഇത് പുരുഷനാണെന്ന് വേർതിരിവുണ്ടായിരുന്നു. എന്നാൽ കർത്താവിന് മുന്നിൽ അങ്ങനൊന്നുമില്ല. സ്ത്രീയെന്നോ പുരുഷനെന്നോ, ആമേൻ, ദാസനെന്നോ സ്വതന്ത്രനെന്നോ ഒന്നും ഒരു വ്യത്യാസമില്ല. അതുപോലെ തന്നെയാണ് അന്ന് അവിടെ കർത്താവിന്റെ സിംഹാസനത്തിന് മുമ്പ് നിൽക്കുമ്പോൾ കർത്താവിന് ഒരു വ്യത്യാസവുമില്ല. ഇവിടെ ആളുകളുടെ പ്രശംസയാൽ ഒരുപക്ഷെ നമുക്ക് രക്ഷപ്പെടാൻ കഴിയും, എന്നാൽ അവിടെ നമുക്കൊരിക്കലും രക്ഷപ്പെടാൻ കഴിയത്തില്ല എന്നത് വാസ്തവമായ സത്യമാണെന്ന് മനസ്സിലാക്കുവാൻ ദൈവം നമ്മളെ ഒരുമിച്ച് സഹായിക്കട്ടെ. ഞാൻ ചിന്തിക്കുന്നു, ഞാൻ ഈ ഭാഗങ്ങൾ, ആമേൻ, ഈ ദാസന്റെ ഭാഗം നിങ്ങളോളം എത്തിക്കാണും എന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. യജമാനന്റെ ഭാഗം കൂടെ പെട്ടെന്ന് പറഞ്ഞ് ഞാൻ വേഗത്തിൽ അവസാനിപ്പിക്കുവാനായിട്ട് താല്പര്യപ്പെടുക. ഇതിനോട് ചേർന്ന് ആമേൻ ദാസന്മാരുടെ കാര്യങ്ങളും വരുന്ന സമയം ആമേൻ യജമാനന്റെ കാര്യത്തിലുണ്ട്. ഒരുപക്ഷെ അതും കൂടെ അല്പമായി പറയുവാൻ കഴിയുമെന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. സ്തോത്രം. വേഗത്തിൽ നമുക്ക് പറയാം. 4-ന്റെ 1-ാമത്തെ ഒരിക്കൽ കൂടെ ഒന്ന് വായിച്ചാട്ടെ പ്ലീസ്. യജമാനന്മാരെ, നിങ്ങൾക്ക് സ്വർഗത്തിൽ യജമാനുണ്ടെന്നറിഞ്ഞ് ദാസന്മാരോട് നീതിയും ന്യായവും ആചരിക്കുവിൻ. അതെ, യജമാനന്മാരെ, ഇനി രക്ഷിക്കപ്പെട്ട ഒരു യജമാനനാണ് നിങ്ങൾ, അല്ലെങ്കിൽ നിങ്ങളുടെ കീഴിൽ അല്ലെങ്കിൽ നിങ്ങളുടെ കൂടെ വർക്ക് ചെയ്യുന്ന ആളുകളുണ്ട്. അന്നത്തെ കാലഘട്ടത്തിൽ പറഞ്ഞാൽ അടിമ, നിങ്ങളുടെ വീട്ടിൽ അടിമകളുണ്ട്. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ എങ്ങനെ ഇടപെടണം? സ്തോത്രം. യജമാനന്മാരെ, നിങ്ങൾക്കും സ്വർഗത്തിൽ യജമാനൻ ഉണ്ട് എന്ന് പറഞ്ഞാൽ അവരും അറിയേണ്ട സ്വർഗത്തിൽ ഒരു യജമാനൻ ഉണ്ടെന്നാ. ഈ അടിമ അറിയേണ്ടതും യജമാനൻ അറിയേണ്ടതും ഒന്ന് തന്നെയാണ്. എന്താണ്? നിങ്ങൾക്ക് സ്വർഗത്തിൽ ഒരു യജമാനൻ ഉണ്ട് എന്നറിഞ്ഞ് ദാസനോട് നീതിയും ന്യായവും ആചരിപ്പീൻ. നമ്മുടെ വീട്ടിലോ അല്ലെങ്കിൽ നമ്മളൊരു സ്ഥാപനത്തിലൊരു ഒരു വ്യക്തിയാണെങ്കിലോ നമ്മുടെ കീഴിൽ വർക്ക് ചെയ്യുന്നവരോട് നമ്മളെ ഡീലിങ്സ് എങ്ങനെയാണ്? നമ്മൾ ചിലപ്പോൾ ചെന്നിങ്ങനെ, ഞാൻ പണ്ട് ജോലി ചെയ്യുന്ന സമയത്ത് അവർ എന്നോട് അങ്ങനെ ഇടപെട്ടെ, അത് വെച്ച് നോക്കുമ്പോൾ ഞാൻ വളരെ ബെറ്ററാ, പക്ഷെ അത്രയൊന്നും ഞാൻ ചെയ്യുന്നില്ല. അങ്ങനല്ല ഇവിടെ പറഞ്ഞേക്കുന്നത്. അവർ നമ്മളോട് ഇടപെട്ടത് അവർ എങ്ങനെ ഇടപെട്ടെന്നുള്ളതൊന്നുമല്ല ഇവിടുത്തെ വിഷയം. ഇവിടുത്തെ വിഷയം, നിങ്ങളുടെ മുകളിൽ ഒരു യജമാനനുണ്ട്. ആ യജമാനൻ നിങ്ങളോട് കരുണയോടെയാണ് ഇടപെട്ടത്. അത് ഞാൻ പറയണ്ടല്ലോ പിന്നെയും. സ്തോത്രം. യേശു കർത്താവ് നമ്മളോട് ഇടപെട്ടത് വെച്ച് നോക്കിയാൽ നമുക്കൊരു മനുഷ്യനോട് ഒരു വാക്കുപോലും വേദനിപ്പിച്ച് പറയാൻ പറ്റത്തില്ല. അത്രത്തോളം യേശു ക്ഷമിച്ചു. എല്ലാ തെറ്റുകൾക്കും അടിച്ചിരുന്നേ നമ്മൾ എന്നേ ലോകത്ത് നിന്ന് മാറ്റപ്പെട്ടു പോയനെ. ഓരോ ചെറിയ ചിന്തയിൽ വരുന്ന തെറ്റുകൾക്ക് വരെ ബൈബിൾ പ്രകാരം തെറ്റ് ദൈവം അതുപോലെ എടുത്ത് കാണിച്ച് നമ്മളെ ശിക്ഷിച്ചിരുന്നെങ്കിൽ നമ്മൾ എല്ലാ ദിവസവും മരിച്ചു പോയനെ, അല്ലെ? എന്നാൽ എന്താ കർത്താവ് പറഞ്ഞ? യജമാനൻ നിങ്ങൾക്ക് സ്വർഗത്തിൽ ഉണ്ടെന്നറിഞ്ഞ് അതറിഞ്ഞോണം. ഞാൻ എങ്ങനെ ട്രീറ്റ് ചെയ്യപ്പെട്ടു എന്നുള്ളതൊന്നുമല്ല ഇവിടുത്തെ വിഷയം. ഞാൻ ഇന്ന ആളായിരുന്നപ്പോൾ അവരെന്നോട് ഇങ്ങനെ ഇടപെട്ടു, അതുകൊണ്ട് ഞാൻ അങ്ങനെ ആകുമ്പോൾ അതിൽ അത്രയൊന്നും വേണ്ട, കുറച്ചൊക്കെ ബെറ്ററാ. അങ്ങനല്ല പറയുന്നത്. നിങ്ങൾ രക്ഷിക്കപ്പെട്ട ഒരു വ്യക്തി ഒരു പൊസിഷനിൽ എത്തപ്പെട്ടാൽ നിങ്ങൾ ആദ്യം മനസ്സിലാക്കേണ്ടത് നിങ്ങളുടെ പൊസിഷന്റെ മുകളിൽ നിങ്ങളുടെ ബോസ് ഉണ്ടെന്നല്ല, സിംഹാസനത്തിലിരിക്കുന്ന യഥാർത്ഥ യജമാനനുണ്ട്. ആ ബോധ്യത്തിൽ അവരോട് നിങ്ങൾക്ക് വളരെ കയർത്ത് സംസാരിക്കേണ്ട ഒരു സാഹചര്യം വരികയാണ്. പക്ഷെ ഓർമ്മ വരുന്നു, അയ്യോ, എന്റെ മുകളിൽ ഒരു അപ്പച്ചൻ ഇരിപ്പുണ്ടല്ലോ, അദ്ദേഹം എന്നോട് അങ്ങനെ ചെയ്തായിരുന്നെങ്കിലോ. സ്തോത്രം. അപ്പം ആ യജമാനൻ ഉണ്ടെന്നുള്ള ബോധ്യം വരുമ്പോൾ എന്ത് സംഭവിക്കും? 2 കാര്യം ഇവിടെ പറഞ്ഞ്, നീതിയും ന്യായവും ആചരിപ്പീൻ. കണ്ടോ? ആചരിപ്പീൻ. നീതിയും ന്യായവും. നീതി എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, വളരെ എന്താണ് നീതിയോടെ, ആ വ്യക്തി എന്നോട് നീതിയോടെ ഇടപെട്ടില്ല ഭാഷ എന്നൊക്കെ പറയത്തില്ല, നമുക്കതറിയാം, സിമ്പിൾ ആയിട്ടുള്ള വാക്കാണ്. നീതിയോടെ ഇടപെടണം, നീതിയോടെ. അടുത്ത വാക്ക് ന്യായം. ന്യായം എന്ന് മലയാളത്തിൽ പറഞ്ഞിരിക്കുന്നതിന് അതിന്റെ യഥാർത്ഥത്തിൽ ഈക്വലായി എന്ന് പറഞ്ഞാൽ എന്താണ്? ഇതിപ്പോ നമ്മൾ തൊട്ട് മുമ്പിൽ വായിച്ചതുപോലെ എന്താ, വേർതിരിവില്ലെന്നല്ല, അതിന് കുറച്ചുകൂടെ അതിന്റെ അർത്ഥം ഒന്ന് മനസ്സിലാക്കാൻ വേണ്ടി നമുക്ക് മറ്റൊരു വേദഭാഗം ഒന്ന് വായിക്കാം. സ്തോത്രം. 2 കൊരിന്ത്യ ലേഖനം 8-ാം അധ്യായത്തിന്റെ 2 കൊരിന്ത്യ ലേഖനം 8-ാം അധ്യായത്തിൽ 14-15 ഒന്ന് വായിച്ചട്ടെ. 14 and 15 2 Corinthians.
8-ാം അധ്യായത്തിന്റെ 14-15. സമത്വം ഉണ്ടാകുവാൻ തക്കവണ്ണം അവരുടെ സുഭിക്ഷം നിങ്ങളുടെ ദുർഭിക്ഷത്തിന് ഉതകേണ്ടതിന് ഇക്കാലം നിങ്ങൾക്ക് സുഭിക്ഷം അവരുടെ ദുർഭിക്ഷത്തിന് ഉതകട്ടെ. അടുത്ത വാക്യം ഇവിടെ. ഏറെ പെറുക്കിയവന് ഏറെയും കുറെ പെറുക്കിയവന് കുറവും കണ്ടില്ല എന്ന് എഴുതിയിരിക്കുന്നത് പോലെ തന്നെ. ആമേൻ. എന്താ ഇവിടെ പറഞ്ഞിരിക്കുന്നത്? ഇതേ വാക്കാണ് ഇവിടെ. സമത്വം എന്ന് പറയുന്ന വാക്കിന് കറക്റ്റ് രണ്ടും ഒരേ വാക്കാണ് വെച്ചത്. എന്താണ് ഇവിടെ പറയുന്നത് എന്ന് പറഞ്ഞാൽ, നിങ്ങൾ രക്ഷിക്കപ്പെട്ട ഒരു യജമാനനാണെങ്കിൽ, നിങ്ങളുടെ തൊട്ട് താഴെ ചില ആളുകൾ, അതിന് ഉദാഹരണമായി പറഞ്ഞാൽ, നിങ്ങളൊരു പോസ്റ്റിലായി, നിങ്ങളുടെ അണ്ടറിൽ നിൽക്കുന്ന, നിങ്ങളുടെ കീഴിൽ വർക്ക് ചെയ്യുന്ന ഒരു വ്യക്തിക്ക് നിങ്ങളോളം സാലറി കിട്ടുന്നത് നിങ്ങൾക്ക് ആഗ്രഹമില്ല. അങ്ങനെ ഒരു സാലറി കിട്ടിയാൽ അത് കിട്ടാതിരിക്കാൻ എന്തെങ്കിലും വഴിയുണ്ടോ? അത് നമ്മുടെ ഒരു ഇമേജിന് ഒരു കുറവല്ലേ എന്ന് വിചാരിച്ചിട്ട് നമ്മൾ അതിനകത്ത് എന്തെങ്കിലും ഒരു കാര്യം ചെയ്യുന്ന ആളുകളുണ്ട്. എന്താ ഇവിടെ പറയുന്നത് എന്താണെന്ന് ചോദിച്ചാൽ, കുറെ കാലം ആ യജമാനനോട് കൂടെ അടിമ താമസിച്ച് വരുമ്പോൾ, ആ രക്ഷിക്കപ്പെട്ട ഒരു യജമാനനാണെങ്കിൽ നിങ്ങളും ആ വ്യക്തിയും ഒരേ സ്റ്റാൻഡേർഡിലേക്ക് വരും. കർത്താവ് എന്താ നമ്മളോട് ചെയ്തത്? ക്രിസ്തുവിന്റെ തലയോളം നമ്മളെ വളർത്തുന്നു. വിശദീകരണത്തിൽ ഒരിക്കൽ നമ്മൾ അവനെ പോലെ ആകുന്നു. ഒരു സെക്കൻഡ് കൊണ്ട് ക്രിസ്തുവിനെ പോലെ നമ്മളെ ആക്കുന്നു. നമ്മുടെ യജമാനൻ അങ്ങനെയാണ് നമ്മളോട് ചെയ്തതെങ്കിൽ, ഇവിടെ എന്താ പറയുന്നത്? നീതിയും ന്യായവും ആചരിപ്പിൻ എന്ന് പറഞ്ഞാൽ പലരും ഇങ്ങനെയാണ് ചിന്തിക്കുന്നത്, എന്റെ കൂടെ ജോലി ചെയ്യുന്ന വ്യക്തി എന്നേക്കാൾ നല്ലൊരു കാറ് വാങ്ങിക്കുകയാണ്. അയ്യോ, ആ വ്യക്തി എന്റെ കൂടെ ഉള്ളപ്പോൾ അത്ര ഒരു ചെറിയ ഫോണും കൊണ്ട് നടന്നത് ഇപ്പോൾ കണ്ടില്ലേ, ആ വരും ടച്ച് സ്ക്രീൻ, എന്റെ പണമാണത്. ഒരു പെന്തിക്കോസുകാർ, ഒരു ദൈവവിധത്തിൽ ഒരിക്കലും അങ്ങനെ പറയരുത്. അതിൽ സന്തോഷിക്കുന്നു. അത് ഓട്ടോമാറ്റിക് സന്തോഷിക്കും. അതാണ് ഇവിടെ പറയാം ആചരിപ്പി എന്ന് പറഞ്ഞേ. ഓ, ഞാൻ കൊടുത്ത, അല്ലെങ്കിൽ എനിക്ക് കൊടുക്കാൻ ദൈവം അവസരം നമുക്ക് കൊടുത്ത ആ സാലറി കൊണ്ട് അവർ അനുഗ്രഹിക്കപ്പെട്ടല്ലോ, അല്ലെ? നമ്മളോളം ആ വ്യക്തി കടന്നു വരുമ്പോൾ നമുക്ക് സന്തോഷം തോന്നും. അവരിപ്പോ ഈ ദിവസങ്ങളിലൊക്കെ ഭയങ്കര കാശാണെന്ന് തോന്നുന്നു. ഇട്ടിരിക്കുന്ന ഡ്രസ്സ് കണ്ടില്ലേ? വെറുതെ വന്ന് അധ്വാനിച്ചിട്ട് പോകുന്നു. എനിക്ക് വസ്ത്രം മേടിക്കാൻ പൈസ ഇല്ല, അവർ നോക്കി നല്ല നല്ല വസ്ത്രം ഇട്ടോട്ട് നടക്കും. അതിൽ സന്തോഷിക്കണം. അതാണ് ഇവിടെ പറഞ്ഞത്. സമത്വം നമ്മുടെ കൂടെ നിൽക്കുന്ന ഒരു വ്യക്തി തകരുന്നു എന്ന് ഓർക്കുമ്പോഴല്ല സന്തോഷം. ഒരു ദൈവ പൈതൽ. ആമേൻ. ഞാനിത് പറയുമ്പോൾ വേറെ കാര്യം ഇവിടെ പറയാം. ഞാനിതൊക്കെ പറയുമ്പോൾ നിങ്ങൾക്ക് ദുഃഖം തോന്നും. നിങ്ങൾ ആരും അങ്ങനെ അല്ല. എന്റെ അറിവിൽ എനിക്കറിയാവുന്ന അടുത്തോളം ആളുകൾ അങ്ങനെയല്ല. പക്ഷെ ഞാൻ ഈ വചനം എടുത്ത് നിൽക്കുമ്പോൾ ഈ വചനത്തോട് നീതി പുലർത്താം. ചില ആളുകൾ ദശാംശം കറക്റ്റ് കൊടുക്കും, പക്ഷെ വീട്ടിൽ ജോലിക്ക് ആളിനെ നിർത്തും, അവർക്ക് കൊടുക്കാൻ ഭയങ്കര പിശുക്കാണ്. ഒരു ചായവെള്ളം കൊടുക്കാൻ മനസ്സില്ലാത്ത പിശുക്കരായ വിശ്വാസികളുണ്ട്. ഞാൻ പറയുമ്പോൾ വേദന തോന്നരുത്. ഇത് ബൈബിളിലും ഇങ്ങനെ എഴുതിയിട്ടുണ്ട്. സ്തോത്രം. ആ സമയം ഉണ്ടെങ്കിൽ നമുക്ക് വായിക്കാം. സ്തോത്രം. പിന്നീട് അങ്ങനെയുള്ള അവർ പറയുമ്പോൾ ഭയങ്കര നിത്യതയൊക്കെ പറയുന്നേ. ഇപ്പം വന്നാൽ ഞാൻ പോകുന്നവര് പറയുന്നേ. പക്ഷെ കൂലിക്ക് നിൽക്കുന്ന കൂലി കൊടുക്കില്ല. ഞാനിങ്ങനെ കേട്ടിട്ടുണ്ട്. ഞാൻ ഈ പ്രാവശ്യം നാട്ടിൽ പോയപ്പോ ഒരു അങ്കിള്, ഞങ്ങളുടെ നാട്ടിലുള്ള ഒരു അങ്കിള്, എന്റെ ചെറുപ്പം മുതലേ കണ്ടിട്ടുള്ള ഒരു അങ്കിളാണ്. ഇപ്പൊ എന്ന് വന്നു എന്നൊക്കെ ചോദിച്ച കാര്യങ്ങളെല്ലാം പറഞ്ഞിട്ട്, അപ്പൊ അവിടെ എന്നൊരു ഫോൺ വന്നു. അദ്ദേഹം ഇലക്ട്രീഷ്യനാണ്. അപ്പൊ ഈ പ്ലംബിങ്ങിന്റെ കാര്യങ്ങളും ചെറുതായിട്ടൊക്കെ ചെയ്യും. അപ്പൊ അദ്ദേഹത്തിന് അവിടെ ഫോൺ വന്നു വൈകുന്നേരം. ഒന്ന് വരണം ചോദിച്ചു. എന്താണ്? അപ്പൊ അവിടെ എന്തോ മോട്ടറിന് എന്തോ കുഴപ്പമുണ്ടെന്ന് പറഞ്ഞു. അപ്പൊ അദ്ദേഹം പറഞ്ഞു, അതിന് 600 രൂപ അച്ഛാ, 600 രൂപ ആകും അച്ചായ എന്നങ്ങ് പറഞ്ഞു. വെച്ചു. എന്തൊക്കെ പറഞ്ഞിട്ട് അങ്ങ് വെച്ചു. ഞാൻ പറയാം, അച്ഛാ, അപ്പൊ എനിക്ക് എത്ര സാധനം ഉള്ളൂ ഞാൻ ചോദിച്ചു. അച്ഛാ, ഈ ആദ്യം ഇതിന് പൈസ പറയുന്നത് അവിടെ ചെന്ന് നമുക്ക് അവരോട് അങ്ങനെ പറഞ്ഞാൽ പോരാ. വിശ്വാസികളാണ്. അവരോട് അങ്ങനെ പറഞ്ഞാൽ പോരാ. ഒരു വട്ടം ഞാൻ പിന്നെ ഒരു കഥയും പറഞ്ഞു. എന്റെ ദൈവമക്കളെ, നമ്മൾ ഈ നിത്യതയാണ് പറയുന്നതെങ്കിൽ, നമ്മൾ ഈ ഉയരത്തിൽ നിക്ഷേപിക്കുന്നതാ പറയുന്നതെങ്കിൽ, നമ്മുടെ വീട്ടിൽ ജോലിക്ക് വന്ന ഒരു വ്യക്തിക്ക് കൂലി മനസ്സോടെ കൊടുക്കാൻ മനസ്സില്ലെങ്കിൽ മാനസാന്തരപ്പെടണം. അതൊരു ലജ്ജാകരമായ അവസ്ഥയാണ്. അതൊരു നാണക്കേടാണ്. ഒരു വെള്ളം അല്പം കൊടുത്തത് കൊണ്ടോ, ഒരു നല്ല ചായ കൊടുത്തത് കൊണ്ടോ, അവർക്ക് 600 രൂപയുടെ ജോലിക്ക് 650 ആയതുകൊണ്ട് ഒരു ദുഃഖവുമില്ല. അത് ദുഃഖം തോന്നുന്നെങ്കിൽ അതൊരു പിശുക്കെന്നാണ് മലയാളത്തിൽ പറയുന്നത്. അത് ദൈവവചനത്തിലെ വ്യവസ്ഥയല്ല. ഇനി നമുക്ക് ഈ യാക്കോബിന്റെ ലേഖനം 5-ാം അധ്യായം, അത് പറയാനുള്ള സമയമില്ല. ഇത് ജസ്റ്റ് വായിച്ചാൽ തന്നെ ഭയങ്കര കഠിനമായ ഒരു മെസ്സേജാണ്. സ്തോത്രം. യാക്കോബിന്റെ ലേഖനം 5-ാം അധ്യായം
5 മുതൽ 5-ാം അധ്യായത്തിന്റെ 1 മുതൽ 6 വരെയുള്ള വാക്യങ്ങളൊന്ന് വായിച്ചട്ടെ. അല്ലയോ യാക്കോബ് ധനവാന്മാരെ, നിങ്ങളുടെ മേൽ വരുന്ന ദുരിതങ്ങൾ നിമിത്തം കരഞ്ഞു മുറയിടുവിൻ. നിങ്ങളുടെ ധനം ദ്രവിച്ചും ഉടുപ്പ് പുഴുവരിച്ചും പോയി. നിങ്ങളുടെ പൊന്നും വെള്ളിയും കറ പിടിച്ചു. ആ കറ നിങ്ങളുടെ നേരെ സാക്ഷിയാകും. അത് തീ പോലെ നിങ്ങളുടെ ജഡത്തെ തിന്നുകളയും. അന്ത്യകാലത്ത് നിങ്ങൾ നിക്ഷേപങ്ങളെ ശേഖരിച്ചിരിക്കുന്നു. നിങ്ങളുടെ നിലങ്ങളെ കൊയ്ത വേലക്കാരുടെ കൂലി നിങ്ങൾ പിടിച്ചുവല്ലോ. അത് നിങ്ങളുടെ അടുക്കൽ നിന്ന് നിലവിളിക്കുന്നു. കൊയ്തവരുടെ മുറവിളി സൈന്യങ്ങളുടെ കർത്താവിന്റെ ചെവിയിൽ എത്തിയിരിക്കുന്നു. യെസ്, കണ്ടോ? ഇത് സഭയ്ക്ക് അല്ലെങ്കിൽ കൂടിപ്പാർക്കാൻ ദൈവജനത്തോട് പറയുകയാണ്. ഒരു ലജ്ജയുമില്ലാതെ ചില ആളുകൊണ്ട് മരിക്കാൻ പോകുന്ന സമയത്ത് പോലും സ്വന്തം സ്വത്തുക്ക മക്കളുടെ പേര് പോലും എഴുതി വെക്കത്തില്ല. എന്നിട്ട് അവസാനം മരിച്ചു കഴിഞ്ഞാൽ മക്കൾ തമ്മിൽ അടിയാ. എന്നിട്ട് വാ തുറന്ന നിത്യതയെ പറയത്തുള്ളൂ. യേശു ഇപ്പം വരും. പാസ് അറിഞ്ഞോ, ഇസ്രായേലിൽ ഹമാസ് യുദ്ധമാണ്. എന്റെ ബൈബിൾ പറഞ്ഞതുപോലെ നടക്കോ പാസേ? എന്റെ യേശു വരാ സമയമായി. എന്നാ എന്റെ അമ്മച്ചി വീട്ടിൽ ജോലിക്ക് വരുന്ന ആ അങ്കിളിന് അല്ലെങ്കിൽ ആ അച്ചായന്, ആ അമ്മച്ചിക്ക് വീടില്ല, അല്ലെങ്കിൽ അവർക്ക് ചെലവിന് പൈസ ഇല്ല, ഒരു 50 രൂപ അങ്ങ് കൂടുതൽ കൊടുക്ക്. ചിലരുണ്ട് ഇപ്പൊ 10 ദിവസം ജോലിക്ക് നിർത്തി, അവസാനത്തെ 2 ദിവസം പൈസ കൊടുക്കില്ല. കാരണം പിന്നെ ജോലിക്കവിടെ വരണ്ട. മാനസാന്തരപ്പെടണം. അങ്ങനെ ആരുടെയെങ്കിലും കൊടുക്കാനുണ്ടെങ്കിൽ ഇച്ചിരി പലിശ ഇട്ടുകൊണ്ട് കൊടുത്തോണം. ഇന്നെങ്ങാനും കർത്താവ് വരികയോ, അല്ലെങ്കിൽ നമുക്കറിയത്തില്ല നമ്മുടെ ആദ്യം എന്തൊക്കെ രോഗം ഉണ്ടെന്ന്. ഈ പ്രാർത്ഥന ഇടയ്ക്ക് കാണും നമുക്ക് അറ്റാക്ക് വരികയോ ചെയ്താൽ ഇതൊക്കെ ചോദിക്കുമെന്നാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. മാനസാന്തരപ്പെടണം. സ്വർഗത്തിൽ നമുക്ക് ഒരു യജമാനനുണ്ട്. സ്തോത്രം. അതുകൊണ്ടാണ് അവിടെ പറഞ്ഞത്, നിങ്ങളുടെ നിലങ്ങളെ കൊയ്ത വേലക്കാരുടെ കൂലി നിങ്ങൾ പിടിച്ചുവല്ലോ. അത് നിങ്ങളുടെ അടുക്കൽ നിലവിളിക്കുന്നു. കൊയ്തവരുടെ മുറവിളി സൈന്യങ്ങളുടെ കർത്താവിന്റെ ചെവിയിലെത്തിയിരിക്കുന്നു. നിങ്ങൾ ഭൂമിയിൽ ആഡംബരത്തോടെ സുഖിച്ച് കുളച്ച് കൊല ദിവസത്തിൽ എന്ന പോലെ നിങ്ങളുടെ ഹൃദയത്തെ പോഷിപ്പിച്ചിരിക്കുന്നു. നിങ്ങൾ നീതിമാനെ കുറ്റം വിധിച്ച് കൊന്നു. അവൻ നിങ്ങളോട് മറുത്തു നിൽക്കുന്നതില്ല. പാവങ്ങളെ ചൂഷണം ചെയ്യുന്നവർ, സഭയിലുള്ളവർ, എന്നിട്ട് ആരാധിക്കുമ്പോൾ നല്ല അന്യഭാഷയും വരും. ഏത് ആത്മാവാണെന്ന് അറിയത്തില്ല. വെള്ളയിഴയെ മാത്രമേ ഇടൂ, പൂർണ്ണമായി ഷേവം ചെയ്യും. സഭാരാധന അവർക്ക് തന്നെ ഒരു കസേരയുണ്ട്, അതിനകത്തേ ഇരിക്കും. അതിനകത്ത് ആരെങ്കിലും ഇരുന്ന് അവർ ഓടിക്കുകയും ചെയ്യും. നോക്കി ഓടിക്കും. ഞാൻ പേടിച്ചിട്ട കസേരയിൽ വേറെ ആരാണ് ഇരിക്കുന്നത്? അല്ലെങ്കിൽ ഇരിക്കാതെ അവിടെ ഇങ്ങനെ നടന്ന് കറങ്ങും. പാസ്റ്റർ പറയണം, ആ അച്ചായ എഴുന്നേറ്റ്, ആ അച്ചായൻ ഇരിക്കട്ടെ, അല്ലെ അമ്മച്ചി ഇരിക്കട്ടെ. ഇതാരും നിങ്ങൾക്ക് പൂജിക്കാനുള്ള പൂജാസ്ഥലമാണോ അത്? മാനസാന്തരപ്പെടണം. അതെ, ഇവിടെ എന്താണ് പറഞ്ഞിരിക്കുന്നത്? അതെ, നമ്മൾ സുഖിച്ച് മറ്റുള്ളവരത് ചൂഷണം ചെയ്തു. ഞാൻ മുമ്പേ പറഞ്ഞില്ല, നമ്മൾ ഇതുവരെ ഇതിന് തൊട്ടുമുകൾ കുടുംബത്തിന്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ട് അതും കൂടെ പറഞ്ഞിട്ട് തെറ്റൊന്നുമില്ല. നമ്മൾ ഈ മരിക്കുന്നതിന് മുമ്പ് നമ്മളിപ്പം ഒരു പ്രായം കഴിഞ്ഞ് പോയി കഴിഞ്ഞാൽ മക്കൾ തമ്മിൽ അടിയിടാതിരിക്കാൻ വേണ്ടി അതിനു മുമ്പ് ക്രമീകരിക്കേണ്ടത് ആർക്കൊക്കെയാണ് എന്തൊക്കെയാ കൊടുക്കേണ്ടതെന്ന് ചെയ്ത് വെച്ചിട്ട് കാര്യങ്ങൾ ചെയ്താട്ടെ. അവസാനം നമ്മൾ ആർക്കോട്ട് കൊടുത്തതുമില്ല, അത് ആർക്കൊക്കെയോ കൊടുക്കാനുള്ള പണമായിരുന്നു നമ്മുടെ ഈ അക്കൗണ്ടിൽ കിടന്നത്. അത് മക്കൾക്ക് പോലും അറിയത്തില്ല ഈ പൈസ ഇത്ര അക്കൗണ്ടിൽ ഉണ്ടെന്ന്. അവസാനം ഇതിനു വേണ്ടി മക്കൾ അടിയിടുന്നു. എന്നിട്ട് അവര് തമ്മിൽ ദൈവത്തിൽ നിന്ന് അകന്നു പോകുന്നു. എന്തുകൊണ്ട്? ദൈവത്തിന്റെ നാമത്തിനു വേണ്ടി ചെലവാക്കപ്പെടേണ്ട പണം അക്കൗണ്ടിൽ ഇട്ടിട്ട് ദൈവം എന്നെ മാനിച്ചു ഒന്നും നിത്യതയെന്നും പറഞ്ഞ് അവസാനം വരെ നിന്നിട്ട് അവസാനം നമ്മുടെ പണവും നമ്മുടെ സമ്പത്തും കൊണ്ട് മക്കൾ തമ്മിൽ അടിയാവും. നമുക്ക് ബോധമുള്ള സമയത്ത്, ഓർമ്മയുള്ള സമയത്ത് മനോഹരമായി ചെയ്താട്ടെ. ഇനി മക്കൾ നിങ്ങളെ നോക്കിയില്ലേ, കർത്താവില്ലേ, കർത്താവിലാണ് ആശ്രയം, മക്കളിലാണ് ആശ്രയം. ദൈവമക്കളെ, ഇത് നിങ്ങളുടെ ജീവിതത്തെ വേദനിപ്പിക്കുന്നുവെങ്കിൽ ദൈവസന്നിധിയിൽ മാനസാന്തരത്തിലേക്ക് നയിക്കപ്പെടുവാൻ ദൈവം നമ്മളെ ഇടയാക്കട്ടെ. സ്തോത്രം. ജാതികളിലാണ് കർത്തൃത്വമുള്ളത്. ലോകപ്രകാരമുള്ള സാഹചര്യങ്ങളിലാണ് ഈ യജമാനത്വ വ്യവസ്ഥ. ചില സഭ, ഞാനെന്താ പറഞ്ഞില്ല, പല സഭകളിലും യജമാനത്വ വ്യവസ്ഥയാണ്. ഇത് ഞങ്ങളുടെ സഭയാണ്, എൻ്റെ അപ്പച്ചന്മാരുടെ കാലം മുതൽ
ഞാൻ 10 വർഷമായി, നിങ്ങൾ ഇന്നലെ 10 വർഷമല്ല ഇവിടെ, ഞങ്ങൾ 15 വർഷമായിട്ട് ഇവിടെയാണ്. അതിനിപ്പോ എന്താ? നിങ്ങൾ അവരെ സേവിച്ചാട്ടെ, നിങ്ങൾ ഇറങ്ങി തറയിരുന്നിട്ട് അവരെ കസേര ഇരുത്തിയാട്ടെ. ഇതാണ് ക്രിസ്തീയ മാർഗം, ഇതാണ് ക്രിസ്തീയ. യേശു, ഞാനത് പറഞ്ഞു കഴിഞ്ഞത്, യേശു യജമാനനായിരുന്നു, എന്നിട്ട് ഈ ലോകത്തിൽ വന്നപ്പോൾ ദാസ സ്വരൂപം എടുത്താ വന്നത്. യജമാനനാ, പക്ഷെ ദാസന്റെ വേഷത്തിലാ വന്നേ. നമുക്ക് ഇതൊന്നും കളയാൻ പറ്റുന്നില്ലെങ്കിൽ ഒത്തിരി മാനസാന്തരപ്പെടാനുണ്ട്. ഇനിയും നമ്മൾ കുറച്ചൊന്നുമല്ല, നമ്മൾ പരീക്ഷനെ പോലെ നമ്മൾ വലിയ രീതിയിലേക്ക് ഇരിക്കുന്നേ ചുമ്മാതാണിത്. ഇപ്പം നമുക്ക് ലോകത്തിന്റെ മുന്നിലൊക്കെ ഇത് ചെയ്യാൻ പറ്റും. കർത്താവിന്റെ മുന്നിൽ ഞാനും നിങ്ങളും ചെന്ന് നിന്നാൽ നമ്മൾ ബലൂൺ പൊട്ടുന്നതല്ല, പൊട്ടിത്തീരും. അവിടെ നമ്മൾക്ക് മനസ്സിലാവും നമ്മൾ ഈ പറഞ്ഞ നിത്യത എന്നൊക്കെ പറഞ്ഞ എന്തായിരുന്നു. നമ്മുടെ അകമറിയാവുന്ന ദൈവം, നമ്മുടെ കാഴ്ചപ്പാടുകൾ അറിയാവുന്ന ദൈവം, നമ്മൾ യജമാനത്വ ചിന്തകളോടെ ദൈവത്തിന്റെ മുന്നിൽ അങ്ങനെയൊന്നും വേർതിരിവുകളില്ല. ദൈവത്തിന് സ്തോത്രം ഉടമയെന്നോ സ്തോത്രം ദാസനെന്നോ വേർതിരിവുകളില്ലാതെ ഇടപെടുന്ന കർത്താവാണ് നമ്മുടെ മുകളിൽ ഇരിക്കുന്ന യജമാനൻ എന്നറിഞ്ഞിട്ട്. കറുത്തവരെന്നോ വെളുത്തവരെന്നോ ഏത് സാഹചര്യത്തിൽ വന്നവരാണെന്നോ ഏത് സാഹചര്യത്തിൽ വന്നവരല്ലെന്നോ ഒന്നും മനസ്സിലാക്കാത്ത യഥാർത്ഥ യജമാനനാണ് യേശു കർത്താവ്. ഇതൊക്കെ ലോകത്തിലേ ഉള്ളൂ. കർത്താവിന് ആഫ്രിക്കക്കാരിൽ നിന്നും കുറെ പേരെ കൊണ്ടുപോകുന്നുണ്ട്. അമേരിക്കയിൽ നിന്നും ആളുകളെ കൊണ്ടുപോകുന്നുണ്ട്. അതേ കർത്താവ് ഇംഗ്ലണ്ടിൽ നിന്ന് കൊണ്ടുപോകുന്നു. ഇവരെല്ലാം ഉള്ള സ്വർഗത്തിലേക്കാ ഞങ്ങൾ പോകാൻ താല്പര്യം ഉണ്ടെങ്കിൽ പോയാൽ മതി അല്ലെ. ചിലർക്ക് അങ്ങനെയുള്ളവരെ കാണുമ്പോൾ ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല. അത് മാനസാന്തരം ഇല്ലാത്തുള്ള കുഴപ്പമാണ്, കർത്താവിന്റെ കുഴപ്പമില്ല. ഞാൻ ഈ ലേഖനം പറഞ്ഞപ്പോൾ ഇതിന്റെ രണ്ടാം അധ്യായം പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞതാണ്, ജാതികളിൽ നിന്നും ദൈവത്തിങ്കലേക്ക് വന്ന സഭയെ നോക്കിയിട്ട് അപ്പോസ്തലനായ പൗലോസ് പറയുകയാണ്, എനിക്ക് നിങ്ങളെ കാണുവാൻ വാഞ്ചയായിരിക്കുന്നു, എനിക്ക് നിങ്ങളെ കാണുവാൻ ആഗ്രഹമുണ്ട്. കൊലോസ്യ സഭയെ, ലവോദിക്യ സഭ, എനിക്ക് നിങ്ങളെ കാണാൻ ആഗ്രഹമുണ്ട്. കാരണം കർത്താവിന് ഇങ്ങനെയുള്ള വേർതിരിവുകളൊന്നുമില്ല. നിങ്ങൾ ദൈവവൈതലാണോ എന്നുള്ളതേ ഉള്ളൂ. ഇങ്ങനെയുള്ള സ്തോത്രം യജമാനത്വ വ്യവസ്ഥകള് ദൈവത്തിന്റെ സഭയ്ക്കും ദൈവത്തിന്റെ സ്തോത്രം രാജ്യത്തിനും എതിരാണെന്ന് അറിഞ്ഞുകൊണ്ട് ദൈവസന്നിധിയിൽ ദൈവം ഗൈഡ് ചെയ്യുന്നത് അനുസരിച്ച് മുന്നോട്ട് പോകാൻ ദൈവസഭ. ഒരു വാക്യം കൂടെ വായിച്ച് ദൈവസനം നമുക്ക് അവസാനിപ്പിക്കാം. സ്തോത്രം. 1-ാം അധ്യായം, കൊലോസ്യ ലേഖനം 1-ാം അധ്യായം, നമ്മളത് വായിച്ചതും മനസ്സിലാക്കിയതുമാണ്. ജസ്റ്റ് വായിച്ച് നമുക്ക് അവസാനിപ്പിക്കാം. 1-ാം അധ്യായം അതിന്റെ 15, 16, 17 വാക്യങ്ങൾ. ഭൂമിയിലുള്ളതും ദൃശ്യമായതും അദൃശ്യമായതും, സിംഹാസനങ്ങളാകട്ടെ, കർത്തൃത്വങ്ങളാകട്ടെ, വാഴ്ചകളാകട്ടെ, അധികാരങ്ങളാകട്ടെ, സകലവും അവൻ മുഖാന്തരവും സൃഷ്ടിക്കപ്പെട്ടു. അവൻ മുഖാന്തരവും അവനായിട്ടും സകലവും സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നു. അവൻ സർവത്തിനും മുമ്പേ ഉള്ളവൻ, അവൻ സകലത്തിനും ആധാരമായിരിക്കുന്നു. അവൻ സകലത്തിനു മുമ്പ്, ഇതെല്ലാം നമ്മൾ മനസ്സിലാക്കിയിട്ടുള്ളതാ. അവൻ മുഖാന്തരവും അവനായിട്ടും സൃഷ്ടിക്കപ്പെട്ടു. മുഴുവൻ ആ യജമാനന്റെ വകയാ, നമ്മുടെ ഒന്നുമില്ല. നമ്മളും അവനായിട്ട് സൃഷ്ടിക്കപ്പെട്ടതാ എന്ന് പറഞ്ഞാൽ നമുക്ക് അവന്റെ മുന്നിലേക്ക് ഒരു യോഗ്യതയില്ല. നമ്മളൊന്നും കൊണ്ടുവന്നിട്ടില്ല, നമ്മളെപ്പോലും നമ്മുടേതല്ല. ഇതെല്ലാം അവനായിട്ടും ഈ കാണുന്ന മുഴുവൻ അധികാരങ്ങളും ഈ കാണുന്ന മുഴുവൻ കാര്യങ്ങളും കർത്താവിൻ്റെതാണ്. ആ യജമാനനുണ്ട്, അവൻ കാണുന്നുണ്ട് എന്നുള്ള ബോധ്യത്തിൽ നമുക്ക് ജീവിച്ചുകൊണ്ട് യഥാർത്ഥമായി നമ്മൾ മനസ്സിലാക്കുന്ന നിത്യതയ്ക്ക് വേണ്ടി ഓടുവാൻ ദൈവം നമ്മളെ ഒരുമിച്ച്, എന്നെയും നിങ്ങളെ ഒരുമിച്ച് ദൈവം സഹായിക്കട്ടെ എന്നുള്ള ആത്മാർത്ഥമായ പ്രാർത്ഥനയോടെ ദൈവസന്നിധിയിൽ നിർത്തുന്നു. ദൈവം ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ.